വല്ലാത്ത സ്നേഹം തോന്നുന്ന ഒരു സമയം നിങ്ങൾ എവിടെയായിരിക്കുമോ അതിന് ഒരു മുട്ടുകുത്താൻ പരുവമുള്ളൊരു സ്ഥലത്താണെങ്കിൽ അപ്പോൾ മുട്ടുകുത്തണമെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. കാര്യം നമ്മൾ 2-3 കാര്യങ്ങൾ അതിലൂടെ പറയുന്നു. ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാമേ, ഞാനൊരു 10 ഇപ്പോൾ ഈ സഭയിൽ വന്നിട്ട് തന്നെ 46 കൊല്ലമായി. 46 കൊല്ലം മുമ്പ് ഞാൻ സെമിനാരിൽ ചേരണം. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ, മെഡിറ്റേഷൻ റൈറ്റുകൾ ഒക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിനെല്ലാം ആൾക്കാർക്കുണ്ടാകുന്ന റിസൾട്ട് വാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു നെറ്റ് ഇഫക്റ്റ് ഉടമ്പടിയിലെ ദൈവജനം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ തനി സാന്നിധ്യമാണ്. അത് ആദ്യകാലങ്ങളിൽ ഞാൻ ഓർത്തിരുന്നത് ഇത് ഓരോരുത്തരുടെ ആധ്യാത്മികമായ ഒരു കപ്പാസിറ്റിയുടെ ഭാഗമായിട്ട് ഒറ്റപ്പെട്ട അനുഭവങ്ങളായിട്ട് വരുന്നതാണ് എന്നാണ് എനിക്ക് 2016 മനസ്സിലായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴ് നമുക്കറിയാം, ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ വ്യത്യസ്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ ദിവസവും ആരെങ്കിലും തിരിച്ചറിഞ്ഞതായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ സാക്ഷ്യം തിരിച്ചറിഞ്ഞതായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതായിട്ട് അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു സത്യം, ഉടമ്പടി ബേസിക്കായിട്ട് ഉടമ്പടി ദൈവത്തിൻ്റെ സാന്നിധ്യം ബൈ പേഴ്സണൽ പ്രസൻസ് നമുക്ക് അനുഭവവേദ്യമാക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഉള്ള ഒരു അപേക്ഷ, നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഒന്നുകൂടി പഠിക്കണം എന്നുള്ളതായിരിക്കും. ഉടമ്പടിയെക്കുറിച്ച് പഠിച്ചിട്ട് ഇതിൻ്റെ ഓരോ സബ്മിഷൻസ് വരുമ്പോൾ എല്ലാം നിങ്ങൾ തന്നെ ചോദിക്കണം, എന്തിനാണ് ഇങ്ങനെ സബ്മിറ്റ് ചെയ്യണത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വായിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഉടമ്പടി തൈലം തേക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലണമെന്ന് പറയണത്, അല്ലെങ്കിൽ ഉടമ്പടി ഉപ്പ് തളിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലണമെന്ന് പറയണത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ചെയ്വനകളാണ്. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. എന്ത് ചെയ്താലും ഒരു 50% റിസൾട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ നിങ്ങളതിൻ്റെ തിയററ്റിക്കൽ സൈഡ് നോക്കണം. പ്രാക്ടിക്കൽ സൈഡിന് 50 പോയിൻ്റാണ് ഉള്ളത്. ഉദാഹരണത്തിന് നിങ്ങൾ ഉപ്പ് കൊണ്ടുപോയി യൂണിവേഴ്സിറ്റിയുടെ വാതിക്ക് ഇടുന്നു. അപ്പോൾ ബുദ്ധിയോട് വിചാരിക്കും, എന്ത് മണ്ടത്തരമാണ് ഈ ശാസ്ത്രീയ യുഗത്തിൽ ബുദ്ധിബോധമില്ലാത്ത മനുഷ്യന് അന്ധവിശ്വാസം തലേ കയറ്റിയിട്ട് ഓരോ ഭ്രാന്തന്മാർ കാണിച്ചു കൂട്ടുന്ന കളി കണ്ടില്ലേ എന്ന് ചിലർക്ക് തോന്നാം. പക്ഷേ ആ ഉപ്പിടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഉപ്പ് കൊണ്ടുപോയി ലോകം മുഴുവൻ വിതറന്നല്ല ഞാൻ പറയണത്. അറ്റ കൈക്ക് ചില സമയത്ത് വിശ്വാസം എക്സിക്യൂട്ട് ചെയ്യണ ഒരു സമയമുണ്ട്. അല്ല, ഇതൊരു സർവ്വസാധാരണമായ ഒരു ആപ്ലിക്കേഷൻ മോഡല്ല. തോന്നുമ്പോൾ ഉപ്പ് വിതറുകയും ഓരോരോ കാര്യം ചെയ്യുക, അത് ബുദ്ധിയും ബോധം ഇല്ലാത്തവർ തന്നെ ചെയ്യണത്. പക്ഷേ ഇത് അറ്റക്കൈ, എൻ്റെ കയ്യിൽ ഇനി വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവരെന്തുകൊണ്ടാണ് അത് ഇടുമ്പോഴെന്താ സംഭവിക്കണത്? നമ്മൾ ആ മേഖല മുഴുവനും ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പൻ. കാര്യം നമ്മളുടെ ഒരു ശക്തി പോയി അവിടെ. അതായത് ഇപ്പോൾ ഒരു ചെടുത്ത് സാക്ഷ്യം പറഞ്ഞ എന്താ, മകളുടെ കാര്യത്തിന് ടീച്ചർ സാക്ഷ്യം പറഞ്ഞ എന്താ, അവർ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി, ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി, എൻ്റെ വാതിക്കൽ കൊണ്ടുപോയി, ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ടെന്നാണ് പറഞ്ഞത്. ഉപ്പിട്ടത് എന്തിനാണ്?
അതൊരു മീഡിയമാണ്. എന്നിട്ട് എന്താണ് ഇവർ ചെല്ലണത്? തെറ്റിക്കാതെ വിശ്വാസ പ്രമാണം ചെല്ലും. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? നമ്മളൊരു പദാർത്ഥം, ഒരു മെറ്റീരിയലാണത്, ഉപ്പായാലും എന്തായാലും. ആ മെറ്റീരിയൽ നമ്മൾ സ്ഥാപിക്കുകയാണ്. ഇപ്പോൾ മെറ്റീരിയൽ എന്ന് പറയുന്ന സംഭവം, പദാർത്ഥം, അത് ചില സമയത്ത് മീഡിയമായിട്ട് വർക്ക് ചെയ്യും. മീഡിയം. ഇപ്പോൾ കുരിശ് പോലും ഒരു മീഡിയമല്ലേ? കർത്താവിന് വേണമെങ്കിൽ പിതാവായ ദൈവത്തിന് മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചിരിക്കണമെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ പോലെ. പക്ഷെ ദൈവനീതി അങ്ങനെയല്ല. ദൈവനീതി എക്കാലത്തേക്കുമുള്ള രക്ഷയുടെ ഒരു സമവാക്യമോ സൂത്രവാക്യമാകുമ്പോൾ ആർക്കെല്ലാം അതിൻ്റെ അകത്ത് ഏതെല്ലാം കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അവർക്കെല്ലാം റിട്ടേൺസ് കിട്ടും. നമ്മുടെ വിശ്വാസത്തെ ഒരു വേദപാഠകാല ക്ലാസ്സിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട അതിൻ്റെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി അതിൻ്റെ ഹയർ ഗ്രേഡിലേക്ക് വരുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ബുദ്ധിപരമായ ചില അപ്രിഹെൻഷൻസ് വേണം. വാട്ട് വി ആർ ആക്ച്വലി ഡൂയിങ്, അതൊരു ഇൻസ്റ്റാലേഷനാണ്, സ്ഥാപിക്കലാണ്. നമ്മൾ കാശുരൂപം കുഴിച്ചിടുന്നെന്ന് പറയരുത്, അതൊക്കെ ചുമ്മാ ഈ കൂടുതൽക്കാർ പറയണതാണ്. വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഇൻസ്റ്റാലേഷൻ ഓഫ് ദി മെഡൽ. സ്ഥാപിക്കണത് നിനക്ക് സ്വാധീനമില്ലാത്ത സ്ഥലം, നിനക്ക് സ്വാധീനമില്ലാത്ത വിഷയം, അവിടെ പിന്നെ ആർക്കാണ് സ്വാധീനം ഉണ്ടാകണത്? ക്രിസ്തുവിനാണ്. ഉറപ്പല്ലേ? മാനുഷികമായ സ്വാധീനം അസ്തമിക്കുമ്പോൾ പിന്നെ എന്താ മാർഗം? അവിടെ ദൈവസ്വാധീനമേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ നമ്മൾ റിയലൈസ് ചെയ്യാൻ കാരണം? ക്രിസ്തുവിനെ ആപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ക്രിസ്തുവിനെ ലഭിക്കാൻ, ക്രിസ്തുവിൻ്റെ ശക്തിക്ക് അധീനമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റാലേഷൻ പ്രക്രിയയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാമാണ്. മനസ്സിലായില്ലേ? ക്രിസ്തു ഉടമ്പടി റിലീസ് ചെയ്യണത് കൊളോസ്യസ് 3:11 എന്താണ്? ക്രിസ്തു, എപ്പോഴും പറയണ അച്ഛൻ എന്താണ്? ക്രിസ്തു എല്ലാമാണ്. പിന്നെ എന്താണ്? ക്രിസ്തു എല്ലാവരിലേക്കും ആപ്ലിക്കബിളാണ്, എല്ലാവരിലുമാണ്. കൊളോസ്യസ് 3:11. ഇനി ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. ആദിമസഭയിൽ പലതരത്തിൽ പ്രശ്നമുള്ള ആൾക്കാരുണ്ടായിരുന്നു. നമ്മളൊരു അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണത്. ട്രഡീഷണലാണ്, പക്ഷേ അപ്പോസ്റ്റലിക്. ഞാനെപ്പോഴും നോക്കുന്ന എൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ തരികയോ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ദൈവത്തോട് ചോദിക്കുകയോ ചെയ്യുമ്പോൾ ഞാനെപ്പോഴും ഈശോയെ പറയും, ബ്രാൻഡഡ് ആയിരിക്കണം, അപ്പോസ്റ്റലിക് ആയിരിക്കണം എന്ന് പറയും. ഞാൻ അങ്ങനെ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള അപ്പോസ്റ്റലിക് ആയിരിക്കണം. കാര്യം അപ്പോസ്റ്റലിക് ആകുമ്പോൾ മനുഷ്യൻ്റെ ഇമാജിനേഷൻസ് ഒന്നും ഇല്ലാതെ, മനുഷ്യൻ്റെ ഓരോ കാലഘട്ടങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന പ്രത്യേകമായ പദ്ധതി പ്രകാരമുള്ള പുതിയ ട്രഡീഷൻസ് അല്ലാതെ റോ ആയിട്ട് ആദിമസഭ അനുഭവിച്ച പവർ ഓഫ് ദി ലോഡ്, ദൈവത്തിൻ്റെ ശക്തി. അതാണ് നമ്മൾ ഉടമ്പടിയാണെങ്കിലും ഉടമ്പടി ആദിമസഭയ്ക്ക് മുമ്പേ ഉള്ളതാണ് അല്ലേ? എബ്രാഹത്തിൻ്റെ കാലം മുതലുള്ള പൗരാണികമായ ദൈവിക പദ്ധതിയാണ്. ഈ എബ്രാഹത്തിൻ്റെ കാലം മുതലുള്ള പൗരാണികമായ ദൈവിക പദ്ധതി വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനമാണ്. 7582 ചില വെബ്സൈറ്റുകൾ പറയും, ചില വെബ്സൈറ്റുകൾ 8552 പറയും. അത്രയും വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ. മനുഷ്യൻ്റെ ഈ ഫിസിക്കാലിറ്റി, അതുപോലെ തന്നെ അവൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരവും അവൻ്റെ ആത്മാവും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പ് വരുത്താൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഈ വാഗ്ദാനമെന്ന് പറയുന്നത്. അങ്ങനെ 8000ഓളം വാഗ്ദാനങ്ങൾ ദൈവം ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാഗ്ദാനമെല്ലാം നമ്മൾക്ക് എന്തിനുള്ളതാണ്?
വാഗ്ദാനം നമ്മൾ എന്താ ചെയ്യണത്? വാഗ്ദാനം നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത്. ക്ലിയർ അല്ലേ? 3 റെലംസിലേക്കാണ് നമ്മൾ വാഗ്ദാനം പ്രാപിക്കുന്നത്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ വാഗ്ദാനം പ്രാപിക്കും, അപ്പോൾ ആണ് ഹീലിംഗ് ഉണ്ടാകുന്നത്, ഇല്ലേ? രണ്ടാമത്, നമ്മുടെ മനസ്സിൽ വാഗ്ദാനം പ്രാപിക്കും, അപ്പോൾ ധൈര്യം ഉണ്ടാകും. നമ്മുടെ ആത്മാവിൽ വാഗ്ദാനം പ്രാപിക്കും, അപ്പോൾ നിത്യജീവൻ ഉണ്ടാകും. ഇങ്ങനെ എല്ലാം ക്രിസ്തുവിൻ ആണ്. നമുക്കറിയാമല്ലോ, സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ക്ലിയർ ആയില്ലേ? അപ്പോൾ 8000 സിസ്റ്റത്തോളം വരുന്ന വാഗ്ദാനങ്ങൾ, ഇനി ഒരു 4000 കൊല്ലം മനുഷ്യരാശി മുന്നോട്ട് പോകുകയാണെങ്കിൽ അന്ന് ആവശ്യമായ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അതെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ദൈവം വാഗ്ദാനം തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഈ കാലഘട്ടത്തിൽ വാഗ്ദാനം തീരുന്നില്ല. ഒരു 4000 കൊല്ലം കൂടി ഹ്യൂമാനിറ്റി സർവൈവ് ചെയ്യുകയാണെങ്കിൽ അന്ന് ഉള്ള ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഞാൻ ചില സമയത്ത് അപ്പോളോയിലൊക്കെ പോയ ആൾക്കാർ അവർ ക്യാപ്സൂൾ കഴിച്ചുകൊണ്ടാണ് പോയത്, അല്ലേ? 4 ദിവസത്തെ ഭക്ഷണമായിട്ട് ക്യാപ്സൂൾ കഴിച്ചുകൊണ്ട് പോയി. ബഹിരാകാശ ജീവികൾക്കെല്ലാം ക്യാപ്സൂൾ കഴിക്കാൻ പറ്റത്തുള്ളൂ, ക്യാബേജ് പുഴുങ്ങി തിന്നാൻ പറ്റുമോ? അപ്പോൾ അതെല്ലാം അതിൻ്റെ മിനറൽസ് എല്ലാം എടുത്ത്, വൈറ്റമിൻസ് എല്ലാം എടുത്തിട്ട് ആ ക്യാപ്സൂളാക്കിയിട്ട് ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ സംഭവങ്ങൾ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി മനുഷ്യരാശി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് കാണുന്ന കിച്ചൺ വരെ അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ട്. ഇന്ന് കാണുന്ന കിച്ചൺ വരെ ഇപ്പോൾ നമ്മുടെ ആദ്യം ഫയർ ഫ്രീ ആയി, പിന്നെ ഗ്യാസ് ഫ്രീ ആയി. ഇപ്പോൾ കിച്ചണിൽ ഗ്യാസൊന്നുമില്ല, വേറെ ഒരു തരം കിച്ചണാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനി കിച്ചൺ പോലും വേണ്ടാത്തൊരു കാലം ഉണ്ടാവും. കിച്ചൺ പോലും ആവശ്യമില്ലാത്തൊരു കാലം ഒരു പക്ഷേ ഒരു 1000 കൊല്ലമോ 500 കൊല്ലമോ കഴിയുമ്പോൾ ഉണ്ടാകും. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യരാശി മുന്നോട്ട് പോകും തൊട്ട് ആ കാലങ്ങളെല്ലാം നമുക്ക് സമ്മർദ്ദത്തിലാക്കുന്ന വ്യത്യസ്തങ്ങളായ ബേസിക്സുകൾ, നീഡുകൾ, അടിസ്ഥാന ആവശ്യങ്ങൾ, അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ബൈബിള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയണത് 1 കൊരിന്ത്യസ് 1:20 വായിച്ചോളൂ. ശ്രുതികടെ ഹല്ലേലൂയ. 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. വാഗ്ദാനം നമ്മളെങ്ങനെ പ്രാപിക്കണം? സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ. അപ്പം അതിൻ്റെ എല്ലാം ഉണ്ടേ, നിങ്ങളുടെ IELTS-ഉം വസ്തുവിൽപ്പനയും എല്ലാ വിഷയമുണ്ട്, സകലമാണ്. അത് ഓർത്തേക്കണം. മരിയൻ ഉടമ്പടി എന്തുകൊണ്ടാണ് മരിയനാകണം? അതിൻ്റെ കാരണം എന്താണ്? മരിയൻ ഉടമ്പടി സ്വാഭാവികമായിട്ടും ബൈബിളിൽ വാഗ്ദാനം പ്രാപിക്കാനുള്ള ഒരു നടപടിക്രമമാണ്. ബട്ട് വി ആർ ഡൂയിങ് മരിയൻ കവനൻറ്റ്. വൈ? എന്തുകൊണ്ടാണ് മരിയനാകാൻ കാര്യം? മരിയനാകാൻ കാരണം ടൈമാണ് പ്രശ്നം. കാര്യം മനുഷ്യന്മാരുടെ എപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു പ്രോബ്ലം ടൈമാണ്. എപ്പോഴും ടൈം ആൻഡ് പ്ലേസ്. നമുക്ക് സമ്മർദ്ദങ്ങൾ വരാൻ സാധ്യതയുള്ളത്, നമുക്ക് ഗുണമോ ദോഷമോ വരാൻ സാധ്യതയുള്ള 2 എൻറ്റിറ്റി എന്ന് പറയുന്നത്, ഒന്ന് ടൈമാണ്, പിന്നെ എന്താണ്, ഒന്ന് സ്പേസ്, ഒന്ന് കാലം വില്ലനാവും, അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് 37 വയസ്സായി എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് മുടി നരച്ചു, ഇപ്പോൾ കല്യാണം കഴിച്ചില്ല, എനിക്ക് എന്നൊക്കെ പെണ്ണ് കിട്ടുമോ എന്നൊക്കെ നിൽക്കുമ്പോൾ കാലമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അവിടെ, അല്ലേ? കാലം വില്ലനായി നിൽക്കും. ഇനി ദൈവം എപ്പോഴും ചിന്തിക്കണം. അതുപോലെ സാഹചര്യം. ഇപ്പം നമ്മുടെ നെടുമ്പാശ്ശേരിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, വിമാനത്താവളത്തോട് നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ കള്ളിമുണ്ട് കൊടുത്താണ് ഇപ്പോൾ വിമാനത്തിൽ കയറണത്. പണ്ടൊക്കെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല ടിപ്പ് ടോപ്പ് ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ എയർ സ്യൂട്ടൊക്കെ ഉപയോഗിച്ചാണ് ആൾക്കാർ കയറിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആൾക്കാർ പ്രൈവറ്റ് ബസ്സൊക്കെ കണ്ട പോലെ കയറി പോവുകയാണ്. രാജ്യം പിടിക്കുകയാണ്, കേരളം രാജ്യം പിടിക്കുകയാണ്.
ഒരിക്കലും ചിന്തിക്കാതിരുന്ന, ഇപ്പം ചെറുപ്പക്കാർ പോകുന്നതിൽ പ്രശ്നമില്ല. അതല്ല, ഇപ്പോഴും ചെറുപ്പക്കാരെ വിടുന്നത് എന്താണ്? മാതാപിതാക്കന്മാർക്ക് ഈ സ്ഥലം അടുത്തതുപോലെയാണ്. പല മാതാപിതാക്കന്മാരുടെ ആവേശത്തോടെ മക്കളെ പ്രൊമോട്ട് ചെയ്യണം. എന്തിനാണ്? അവർക്കും പോകാൻ വേണ്ടിയാണ്. അവർക്കൊരു ഷിഫ്റ്റ് ആവശ്യമാണ്. അവരൊരു ഷിഫ്റ്റാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സംഭവം ഞാൻ ഒരു തൊഴിലാളി നേതാവ്, കുറേ നേതാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധമുണ്ടല്ലേ, ഈ വിഴിഞ്ഞ സമരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോഴേ ഞങ്ങളിടയ്ക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു അമ്മ, ഇന്നലെ ഒരു ഡിസ്കഷനായിരുന്നു ഞാനിപ്പോൾ പറയണം. ഒരമ്മ കൂടാരത്തിൻ്റെ വാതിക്കലിരിക്കുകയാണ്. കൂടാരം എന്ന് പറഞ്ഞത് ഈ ഇപ്പോഴത്തെ അവസ്ഥ കടൽ കയറിപ്പോയി 2 നില വീടുണ്ടായിരുന്ന ആൾക്കാരാണ്. 2 നില വീടുണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ തുറമുഖം വന്നതോടുകൂടി അതിൻ്റെ കടലിലോട്ട് ഉള്ള പുലിമുട്ടുകൾ 10-300 മീറ്റർ കെട്ടിയപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് എതിരായിട്ട് ബാധിച്ചിട്ട് ഒരു വശത്ത് മണ്ണ് വെക്കുകയും ഒരു വശത്ത് കടൽ തുരന്നെടുക്കുകയും ചെയ്യും. അപ്പോൾ വലതുവശത്ത് എപ്പോഴും തുരപ്പുണ്ടാകും. എന്ത് തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അതെല്ലാം കള്ളത്തരമാണ്. കാര്യം ലോകം മുഴുവൻ അറിയാം. കൊച്ചി തൊട്ടിങ്ങോട്ട് കൊച്ചി തുറമുഖം വെച്ചതിന് ശേഷം തുരന്നത് പുറക്കാട് വരെയാണ് തുരന്നിരിക്കുന്നത്. കടലിലേക്ക് ഇങ്ങനെ കടൽ ചുഴച്ചെടുത്തുകൊണ്ട് പോകും. അങ്ങനെ 2 നില വീട് 2 നില വീട് ഉണ്ടായിരുന്നത് കടലിൽ പോയ ഒരു അമ്മയാണ്. ഒരു തകര ഷീറ്റ് പോലൊരു സംഭവത്തിൻ്റെ അകത്ത് ബാധിക്കലിരിക്കുകയാണ്. ഞങ്ങൾക്കുണ്ട് മനുഷ്യാവകാശം എന്നും പറഞ്ഞ് ഒരു നീന്തൽ നടത്താൻ വേണ്ടി, കാര്യം ആൾക്കാരുടെ ശ്രദ്ധ പിടിക്കാൻ, കാര്യം അവകാശം കവർന്നെടുക്കുകയും അവകാശം ഇല്ലാതാക്കുകയും ചെയ്ത ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായി അമ്മയോട് ചെന്ന് തൊഴിലാളി നേതാവ് ചോദിച്ചു, നീന്താൻ പറ്റുമോ ഞങ്ങൾക്കൊപ്പം എന്ന് പറയും. അപ്പോൾ അവർ നീന്തണവരാണ്, കടലിൽ നീന്തണ സ്ത്രീയാണ്. അപ്പോൾ നീന്താം. പക്ഷേ അപ്പം ഞാൻ ചോദിച്ചു, മക്കളിവിടെ ഇല്ലേ? ഞങ്ങളല്ല, കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ ചോദിച്ച് മക്കളില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മക്കളെ ഞാൻ 2 പേരെയും ബ്രിട്ടനിൽ വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. 2 പേരെ ഇംഗ്ലണ്ടിലോട്ട് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തിനു? സ്റ്റഡി വിസയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ കാലേ പിടിച്ച്, അമ്മയുടെ കാലേ പിടിച്ച് പറഞ്ഞ്, അമ്മ ഞാൻ പോകത്തില്ല. കാര്യം സ്റ്റഡി വിസയിൽ പോയാലുള്ള കുഴപ്പം, ഇനി 10 അതിൻ്റെ കടങ്ങളൊക്കെ പരിഹരിച്ചു, പിന്നെ ഞാനവിടെ ജോലി വാങ്ങിച്ചു, അതിൻ്റെ ലോൺ എടുത്തു, അതടച്ചൊക്കെ വരുമ്പോൾ 20 കൊല്ലമാവും എല്ലാം തീരുമ്പോൾ. അപ്പം എനിക്ക് നാട്ടിൽ വരാൻ അമ്മയുടെ മുഖം കാണാൻ പറ്റത്തില്ല, എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ തിരിച്ചു പറയും, മകനെ, എൻ്റെ മുഖം നീ കാണത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങൾ ഇത്രയും നാൾ ആറ്റിക്കുട്ടി ഉണ്ടാക്കിയതാണ് കടൽ കൊണ്ടുപോയത്. അതേസമയം തന്നെ നീ ഇവിടെ നിന്നാലേ, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ മരിക്കുമ്പോൾ 2 ദിവസം നിനക്ക് ദുഃഖം ഉണ്ടാകും. അത് കഴിയുമ്പോൾ നീ ഭക്ഷണം കഴിക്കുക, നിന്റെ കുഞ്ഞുമായിട്ട് ഇവിടെ ജീവിക്കും. പക്ഷെ കടങ്ങൾ ഒരു കാലത്തും മാറത്തില്ല. 2 ദിവസത്തെ ദുഃഖമാണ് നിനക്കുണ്ടാകാൻ പോണത് ഞങ്ങൾ മരിക്കുമ്പോൾ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ. പക്ഷേ എന്താ സംഭവിക്കണത്? നിനക്ക് അതിനുശേഷം ഈ ജന്മം മുഴുവൻ ദുഃഖമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കണ്ടാലും കണ്ടില്ലേലും നീ പോകണമെന്ന് പറയും. ഒരു സിറ്റുവേഷൻ കണ്ട, തൊട്ടടുക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രസ്താവനകളൊക്കെ ഇറക്കാൻ എളുപ്പമാണ്. പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ? അതാണ് അവസ്ഥ. ആ മകൻ കയറിപ്പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പഠനത്തിൻ്റെ വിസാക്കൊക്കെ പോയിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഉള്ള ആൾക്കാരല്ല, ഉള്ളതെല്ലാം കടൽ കൊണ്ടുപോയവരാണ്. അവൻ തിരിച്ച് അമ്മയുടെ മരിപ്പിന് പോലും വരത്തില്ല. അതാണ്. അപ്പോൾ അവർക്കൊക്കെ അവകാശമില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസാണ് മനുഷ്യരാശി ഒരു ഷിഫ്റ്റിംഗ് മോഡിലാണ് ഇരിക്കുന്നത്. നമ്മൾ വളരെ അന്തസ്സോടെയൊക്കെ പറയുമെങ്കിലും ഒരു ഷിഫ്റ്റാണ്, ഒരു ടൈമാണ് ഈ സമയം. അതേസമയം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ.
ചിലർ തിരിച്ചു വരും, ചിലർ വരത്തില്ല. ചിലർ തിരിച്ചു വരും. കാര്യം ഞാൻ എൻ്റെ ഇടവകയിൽ തൈക്കാട്ടുശ്ശേരിയിൽ ഞങ്ങൾ പെരുന്നാളൊക്കെ നടത്തിയിട്ട് അവസാനം എല്ലാവർക്കും വേണ്ടി ഞാനൊരു ഡിന്നർ അറേഞ്ച് ചെയ്തു. അപ്പം ഞങ്ങളെല്ലാവരെയും പെരുന്നാളിന് സഹായിച്ചവരെയും കൂടെ ഉള്ള കമ്മിറ്റിക്കാരും അവരുടെ ഭാര്യമാരും മക്കളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ കൂടി അങ്ങനെ ഇരുന്നുകൊണ്ട് പതുക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാനഡയിലുള്ള ഒരു മകൻ അവിടെ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവനോട് അവൻ്റെ അപ്പൻ വളരെ പ്രായമുള്ള നല്ലൊരു അധ്യാപകനായിരുന്നു. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിപ്പുണ്ട്, അപ്പുറത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പനോട് ഇരിപ്പുണ്ട്, മകൻ എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ പരിപാടി, തിരിച്ച് വരുന്നുണ്ടാ? അപ്പോൾ അവൻ അപ്പനെ പുറകോട്ട് നോക്കി വെച്ച് വരത്തില്ലെന്ന്. എന്തൊക്കെ അപ്പൻ അറിയണ്ട, വരത്തില്ല, വരാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല. അതായത് നമ്മളുടെ ഇവിടുത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അതിജീവനം വിഴിഞ്ഞത്ത് മാത്രമല്ല, കേരളം മുഴുവനും ജീവിത സാഹചര്യം മുഴുവനും ഒത്തിരിയേറെ പേര് വ്യത്യസ്തമായ രീതികളിൽ അതിജീവനത്തിൻ്റെ അവസ്ഥകളിൽ തന്നെയാണ്. കോവിഡ് കഴിഞ്ഞോടുകൂടി കടങ്ങൾ ഇരട്ടിയായില്ലേ അല്ലേ? കോവിഡ് കഴിഞ്ഞോടുകൂടി കടങ്ങൾ ഇരട്ടിയായി. അച്ഛനെന്താ പറഞ്ഞത്? കടം ഇരട്ടിയാകുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ നമ്മളുടെ കടങ്ങളെ പരിഹരിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്ര കണ്ട് കടങ്ങളിലായിപ്പോയി. അപ്പോൾ മനുഷ്യൻ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആശ്രയം വെച്ച ഇടങ്ങളെല്ലാം നമ്മളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒറ്റക്കാകണ പോലെ തോന്നുന്നതാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യന്മാർ ദൈവത്തോട് ഇങ്ങനെ മുറുകെ പിടിക്കുന്നതിൻ്റെ കാരണം. എൻ്റെ വിഷയം അതാണ്. എന്നിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഉടമ്പടി സാക്ഷ്യം കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദൈവം എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഒരു പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ എടുക്കുന്നവർ ഇത് ഒരു തരം എന്തെങ്കിലും ഒരു ഗിമിക്കായിട്ട് ചെയ്യരുത്. പല ആൾക്കാർക്കും അബദ്ധം പറ്റുന്നത് അങ്ങനെയാണ്. ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കുറച്ച് ഒപ്പിച്ച് ചെയ്ത് കുറച്ച് ചെയ്യാതെ, കുറച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കുറച്ച് ചെയ്യാതെ അവരൊരു പരീക്ഷണ രീതിയിലാണ് ഈ വിഷയത്തോട് ഇടപെടുന്നത്. എൻ്റെ മക്കളെ, ഈ ഒരു കാലഘട്ടം വളരെ മോശമാണ്. ഈ കാലഘട്ടത്തിൻ്റെ കണ്ണീര് നല്ല ശരിക്കും നമുക്ക് രക്തത്തിന് നിറവുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പരീക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഉടമ്പടി പരീക്ഷിക്കേണ്ടത്? കിട്ടുമായിരിക്കും, നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പകുതി ചെയ്യത്തില്ല. ചിലപ്പോൾ കുമ്പസാരിക്കാൻ താമസിക്കുന്നു, ചിലർ പ്രേക്ഷിത പ്രവർത്തനം താമസിക്കുന്നു, ചിലർ പ്രാർത്ഥിക്കാൻ താമസിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്തിനാണ്? പിന്നെ ചിലപ്പോൾ നിങ്ങൾ പുതുക്കുമ്പോൾ ചെയ്യുമായിരിക്കും. വൈ യു വേസ്റ്റ് യുവർ ടൈം? നിങ്ങൾ പുതുക്കുമ്പോൾ പിന്നെ കറക്റ്റ് ചെയ്യുമായിരിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആദ്യമേ ആയിക്കൂടാ? ഇപ്പോൾ ഒരു സാക്ഷി, ഇപ്പോൾ ഇന്നലെ കേട്ട സാക്ഷി എന്താ? അതായത് അയാളെ മുടിയൊക്കെ വെളുത്തി കെട്ടി ഭാര്യയേക്കാൾ കഷ്ടമായിട്ടാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വല്ല കഞ്ചാവ് പാർട്ടിയോ ആയിരിക്കും വിചാരിക്കുന്നു. പക്ഷേ അല്ല, അയാളുടെ സ്റ്റൈലിനനുസരിച്ച് അയാളുടെ ഒരു രീതിയിൽ അത് കെട്ടിവെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ വൈഫ് എന്താ പറയണത്? ഹസ്ബൻഡാണ്, നീ ഉടമ്പടി തൈലമെടുത്ത് ഇറങ്ങ്, പത്രം കൊണ്ട് നമുക്ക് പോകാം, എല്ലാ വീട്ടിലും കൊടുക്കാം എന്ന് പറയണത്. അപ്പോൾ അയാളെ കണ്ടാൽ നമുക്ക് തോന്നും അയാൾ ഈ മുടിയൊക്കെ ഈ സ്ത്രീകളെപ്പോലെ കെട്ടി ഇങ്ങനെയൊക്കെ ബോബ് ചെയ്ത് വെച്ചിരിക്കണ ഈ ബുദ്ധിജീവിയില്ലേ, അതുപോലെ ഇരിക്കും. പക്ഷേ അയാളാണ് പറയണത്, നീ ഉടമ്പടി തൈലമെടുത്ത് ഇറങ്ങ്, പത്രം കൊണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വൈഫിനോട് പറഞ്ഞ് അയാളാണ് മോട്ടിവേറ്റ് ചെയ്യണത്. എന്നിട്ട് എല്ലാ വീടുകളിലും കൊണ്ടുവന്ന് ഇവർ കൊടുക്കും. കാര്യത്തിൽ അവർക്ക് ആ മനുഷ്യന് ഉറപ്പാണ്. എന്തിനുറക്കാൻ? ഉടമ്പടി വൃത്തിമേനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവരുടെ കാര്യത്തിൽ ഇടപെടുമെന്നും അവരുടെ കാര്യത്തിന് അവർക്കതിനുള്ള ത്രാണി ഇല്ലെന്നും അതുകൊണ്ട് തന്നെ ദൈവമല്ലാതെ വേറെ മാർഗമില്ലെന്നും അത് ദൈവത്തിന് ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയേക്കാൾ നല്ല പരിഹാര മാർഗ്ഗം ഇല്ലെന്നൊക്കെ ആ മനുഷ്യന് പെട്ടെന്ന് അങ്ങനെ ഓടിത്തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ചെയ്യണത്. അപ്പോഴേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ,
എന്നിട്ട് അയാൾ വൈഫ് സാക്ഷ്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ്. സാക്ഷ്യത്തിൻ്റെത് നൗ ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ പ്രസൻസ് ആണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തോരോ ഈ ഉടമ്പടിയിൽ വ്യത്യസ്തമായ മേഖല അനുഭവവേദ്യമാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് അനുഭവവേദ്യമാക്കാൻ പറ്റണില്ല ഉടമ്പടി അല്ലാതെ. ഇവർ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ സ്പീക്കിങ്ങിൻ്റെ സമയം വരും. സ്പീക്കിങ്ങിൻ്റെ സമയം വരുമ്പോൾ ഇവൾ ഈശോ പറയും, ഈശോ സ്പീക്കിങ് എനിക്ക് ഡിസാസ്റ്റേഴ്സ് ആണ്, ദുരന്തമാണ്, നടക്കത്തില്ല എന്നെക്കൊണ്ട്. പക്ഷേ എന്നോട് സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന ആൾ കുറച്ച് സൗമ്യനായിരിക്കണം. അതാണ് എന്താ വെച്ചാൽ അവൾക്ക് ഈശോയുമായിട്ടൊരു ബന്ധമായി, ആധികാരിക ബന്ധമായതുകൊണ്ട് അധികാരപൂർവ്വം, കാര്യം അവൾ വിശ്വസിക്കണില്ലേ, ഈ വിശ്വാസം നമുക്ക് അധികാരം തരും. അതെപ്പോഴും ഓർക്കണം. ഈ ആൾക്കാർ ഒക്കത്തില്ലേ എന്നൊക്കെ പറയണത് ഇവർക്ക് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണത്. വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവസ്നേഹം വർദ്ധിക്കും, അതേസമയം തന്നെ അധികാരം വർദ്ധിക്കും. അവർ പറയും, ഈശോ എനിക്ക് കുറച്ച് സൗമ്യതയുള്ള ആളെ തന്നെ സ്പീക്ക് ചെയ്യാൻ വേണ്ടി, എനിക്കാണെങ്കിൽ കുറച്ച് പ്രോബ്ലം ഉള്ളതാണ്. അപ്പോഴേ എന്നിട്ട് അത് പറഞ്ഞുകൊണ്ടാണ് അവൾ സ്പീക്ക് ചെയ്യാൻ വേണ്ടി ചെമ്പല കയറുമ്പോൾ ആദ്യമേ തന്നെ സ്പീക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവൾ ഇങ്ങനെ ഐസി അടിച്ച പോലെ നിൽക്കും. എന്താ കാര്യം? ഒന്നും വരണില്ല സ്പീക്ക് ചെയ്യാൻ. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറയാൻ പറ്റണില്ല. അപ്പോഴാ മനുഷ്യൻ ഇങ്ങോട്ട് പറയുകയാണ്, ഞാൻ റെക്കോർഡ് ഓൺ ചെയ്തില്ല, വീണ്ടും രണ്ടാമതൊന്നും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇംഗ്ലീഷിൽ. വിടുന്നത് തപ്പി തടഞ്ഞാൽ പറയണത്. ആ സമയത്ത് ഇത്രയും നേരം പറഞ്ഞ് ഒപ്പിച്ചത് പോയി, റെക്കോർഡ് ഓൺ ചെയ്തിരുന്നു. അപ്പോൾ ഇവൾ തിരിച്ച് വേർത്ത്. അപ്പോൾ അയാളെ സാന്ത്വനപ്പെടുത്തുന്നുണ്ട്, കുഴപ്പമില്ല പറഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷെ പറഞ്ഞ് ആ ഒരു കണക്കിന് പറഞ്ഞ് അവസാനിപ്പിച്ച് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും. ഈ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ഇവിടെ പറയണത് എനിക്കൊരു പേടി തോന്നണില്ല. അതാണ് പ്രശ്നം, അതാണ് വിഷയം. പരീക്ഷ കഴിഞ്ഞ ആൾ പുറത്തിറങ്ങി, പക്ഷേ ഞാൻ തോക്കുമോ എന്നുള്ളത് നേരത്തെയൊക്കെ പേടിയുണ്ടായിരുന്നു. എനിക്കൊരു പേടി തോന്നണില്ല. അതെന്താ കാര്യം? പേടി തോന്നണില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. എന്താണ്? ആന്തരിക അഭിഷേകം നടന്നു. പേടി തോന്നണമെന്നില്ല എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യം വരുമ്പോഴാണ്. ഇപ്പം അമ്മയോട് ആദ്യമേ പറഞ്ഞില്ലേ, എന്താണ് ഈ പുരുഷനെ അറിയാതെ പ്രഗ്നൻ്റ് ആകുന്ന വളരെ ഒരു ദുരന്തം പിടിച്ച ഒരു വലിയ പ്രോജക്റ്റാണ് ചെയ്യാൻ പോണത്. അപ്പം ആദ്യമേ മറിയത്തോട് പറയും, മറിയമേ നീ ഭയപ്പെടേണ്ട. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലൂക്കാ 1:30. ലൂക്കാ 1:30 വായിച്ചോളൂ. ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അതായത് മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് മറിയം പിന്നെ ഭയപ്പെട്ടിട്ടില്ല. കാര്യം ഭയപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം ഇവർ ഒറ്റയ്ക്ക് ധൃതിക്ക് കിലോമീറ്റർ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ നമുക്കറിയാൻ പറ്റും. ഭയപ്പെട്ടിട്ടില്ല എന്ന ആൾ മനസ്സിലായില്ലേ? അമ്മ ഒറ്റക്കല്ലേ പോണത് എലിസബത്തിന്റെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലൂക്കാ 1:39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഒറ്റക്കാണ് ആൾ പോണത്, തിടുക്കത്തിൽ പോവുകയാണ്. ദാറ്റ് മീൻസ് ഭയമില്ലെന്നർത്ഥം. ഈ ഭയമില്ലെന്ന് വരാൻ കാര്യം എന്താണ്? ആദ്യമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വചനം ദൈവം സല്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? കൃപ നിറഞ്ഞവളെ 1:28 വായിച്ച ശ്രുതികട്ടെ ഹല്ലേലൂയ. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞിട്ടാണ് മറിയമേ നീ ഭയപ്പെടേണ്ടെന്ന് പറയണത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കൂടെ ഉള്ളത് കൊണ്ടാണ് ഭയമില്ലാത്തത്. യു ഗോട്ട് ദ പോയിന്റ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ സ്പീക്കിങ്ങിന് ആൾക്ക് വലിയ ദുരന്തമായി പോയെങ്കിലും റെക്കോർഡ് ഓൺ ചെയ്ത് പിന്നെ അലപ്പോൾ ഓഫായിപ്പോയി,
പിന്നെ ഓൺ ചെയ്ത് പിന്നെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയെങ്കിലും പരീക്ഷ കഴിയുമ്പോൾ ഇവൾ പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? എനിക്ക് നല്ല ധൈര്യമാണ്. പരീക്ഷ തകർന്നെങ്കിലും എനിക്ക് നല്ല ധൈര്യമാണ്. ആ ധൈര്യം എവിടുന്ന് വന്നതാണ്? കർത്താവ് നിൻ്റെ കൂടെ ഉള്ളതിൻ്റെ ഉടമ്പടിയുടെ ഇഫക്റ്റാണ്. എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഇതാണ്, അതായത് എന്ത് ഡിസാസ്റ്റേഴ്സ് ഉണ്ടായാലും, ഇപ്പോൾ കടം, ജപ്തി, അതുപോലെ തന്നെ വേറെ തരത്തിലുള്ള കേസ്, അതുപോലെ തന്നെ വിധി, നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രതികൂല വിധി, അതുപോലെ ഇങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന എന്ത് സാഹചര്യം ഉണ്ടായാലും എൻ്റെ സഹോദരങ്ങൾ, ആ സാഹചര്യത്തെ അല്ല നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? എന്തും സംഭവിക്കട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകണം. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ ഒന്നാണത്. സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് പറഞ്ഞില്ലേ? സകല വാഗ്ദാനങ്ങളും ക്രിസ്തു അതെന്ന് പറയുമ്പോഴേ അതിൻ്റെ ഒരു വാഗ്ദാനം, ഒരു പ്രിൻസിപ്പൽ വാഗ്ദാനമുണ്ട്. എന്താണ് അത്? ജോഷുവ 1:9, ഉൽപ്പത്തി പുറപ്പാട് 33:14. എന്താണ്? ഉടമ്പടി പ്രകാരം പുറപ്പാട് 33:14 എന്താണ്? നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാകും. അതുപോലെ തന്നെ ജോഷുവയോട് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് 1:9. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക എന്ന് പറയുന്ന സിറ്റുവേഷൻസ് എന്താ? കാനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ ആൾക്കാരുടെ അവിടെയാണ്. അപ്പോഴും ഈ 9 പറയും ശക്തനും ധീരനുമായിരിക്കാം. കാര്യം അവിടെയുള്ള അനാർക്കിൻ്റെ ഗുണ്ടകൾ, രാക്ഷസന്മാരാണ്. അവരുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ ഞങ്ങൾ വിട്ടിൽ പോലെയാണ് നിൽക്കണമെന്നാണ് ഇവർ പറയണത്. അവർക്കും അങ്ങനെ തന്നെ തോന്നിയെന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ മുമ്പിലുള്ള കടങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള രോഗം, അതെല്ലാം നമ്മളെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴും ആ ഒരു സിറ്റുവേഷനിലാണ് ദൈവം നിനക്ക് വാഗ്ദാനം തരുന്നത്, ശക്തനും ധീരനുമായിരിക്കുക. ഈ ദൈവ സാന്നിധ്യം നമ്മുടെ ഇപ്പോഴുള്ള നിലവിലുള്ള പ്രാർത്ഥനാ രീതികളിലെ ദൈവ സാന്നിധ്യം വ്യത്യസ്തമായ മേഖലകളിൽ, പ്രത്യേകിച്ച് ഭൗതികമായ മേഖലകളിലെ ഇതുപോലെ വെളിവാക്കുന്ന വേറൊരു പ്രാർത്ഥനാ രീതികളില്ല. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം കൊടുത്തിരിക്കുന്നതാണ്, ഞാൻ നിൻ്റെ കൂടെ വരുമെന്നുള്ളത്. അപ്പം ഈ നമ്മുടെ കൂടെ ദൈവം വരുന്നതിന് വേണ്ടിയാണ് നമ്മളെന്ത് ചെയ്യണത്? അവൻ പറയണത് പോലെ ചെയ്യുന്നത്. മനസ്സിലായ? ചൊല്ലണതല്ല, ചെയ്യുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം നമുക്ക്? അങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ സാങ്കേതികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഉടമ്പടി ചിലർക്ക് പകുതിയേ ഫലിക്കത്തുള്ളൂ, ചിലത് പകുതി ഫലിക്കത്തില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, പക്ഷേ അത് സാങ്കേതികമായിട്ടാണ് ചെയ്യണത്. എന്താ സാങ്കേതികം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ രോഗികൾക്ക് സഹായം കൊടുക്കാൻ പറയും. അപ്പോൾ ഉടമ്പടി എടുത്താണ് രോഗികൾക്ക് കൊണ്ട് സഹായം കൊടുക്കുക. എന്നാൽ 10, 50, 100 കൊടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊടുത്തിട്ട് പോരും. ഇത് സാങ്കേതികമാണ്, ഇത് വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ പ്രശ്നമുണ്ട്. കാര്യം, ഒരു രോഗിയെ കാണുമ്പോൾ ഈശോ പറയും, ഞാൻ ആന്ധ്രക്കാരനെ കണ്ട് അല്ലെങ്കിൽ ബംഗാളിയെ കണ്ട് എന്നല്ല പറയണത്. എന്താണ്? അത് ആരായാലും ഞാൻ രോഗിയായിരുന്നു എന്നാ പ്രശ്നം. പിടികിട്ടിയ? ഞാൻ രോഗിയായിരുന്നു. ഇപ്പം 25 വായിച്ചേ. മത്തായി 25:36. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇതാണ് പ്രശ്നം. നിങ്ങൾ വസ്ത്രം കൊടുക്കുന്നുണ്ട്, സമ്മതിച്ചു. ഇവിടെയും കൊണ്ട് ഒരു ലോഡ് കണക്ക് വസ്തിരിപ്പുണ്ട്. നമ്മൾ ഒരു ആംബുലൻസ് എടുത്ത് ഇട്ടിരിക്കുക. എന്തിനാണ്? ഈ ആംബുലൻസിൽ കയറ്റി വസ്ത്രമെല്ലാം ഓരോ രോഗികൾക്ക് കൊണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും. ആശുപത്രിയിലും പോകും. അപ്പോൾ അതിനൊക്കെ പ്രേക്ഷിതരുണ്ടെങ്കിൽ, മനസ്സുള്ളവരുണ്ടെങ്കിൽ 2-ാം ചൊവ്വാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ആംബുലൻസും തരാം, അതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ള സ്ഥലവും പറഞ്ഞു തരാം, കൊടുക്കാനുള്ള മാർഗം തരാം.
നിങ്ങൾക്കും കൊടുക്കാൻ പറ്റാത്ത ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്താൽ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പക്ഷേ അത് സാങ്കേതികമായി നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് ചെയ്യുന്നില്ലേ? കണ്ണില്ലാത്തവർ കണ്ണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? ലയൺസ് ക്ലബ്ബുകാരൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ ആൾക്കാർ വരെ വണ്ടി ഇടിക്കുക വരെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർമാർ പിരിവെടുത്തിട്ട് അവർക്ക് കൊടുക്കും അല്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിൻ പുറത്ത് നടക്കുന്നു. പക്ഷേ ഇതൊക്കെ സാങ്കേതികമായിട്ട് ആർക്കും മനുഷ്യത്വത്തിൻ്റെ പേരിൽ ആർക്കും ചെയ്യാം. ഇതൊന്നും കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. അതാ മനസ്സിലാക്കണം. ചിലപ്പോൾ വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. അത് രാഷ്ട്രീയത്തിൻ്റെ വിഷയത്തിന് അത് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം അതിൻ്റെ കാര്യം നിങ്ങളത് സാങ്കേതികമായി ചെയ്തുകൊണ്ടാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ആ രോഗിയെ കാണുമ്പോൾ ക്രിസ്തുവാണെന്നുള്ള ബോധത്തിലാണ് നിങ്ങളത് സ്നേഹത്തോടെ ചെയ്യണം. അതാണ് പ്രശ്നം. ക്രിസ്തുവാണെന്ന് പറഞ്ഞ് ചെയ്താൽ പോരാ. കാര്യം അവിടെ വരേണ്ട രണ്ട് ഇതുണ്ട്, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. അപ്പം നമ്മൾക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ 2 തിമോത്തി 1:14, അതായത് കർത്താവിനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം കൃപ നമ്മളിലേക്ക് ഒഴുകുന്നു. Just read it. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 1:14 കർത്താവിന്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. അപ്പൊ കർത്താവിന്റെ കൃപ നമുക്കറിയാമല്ലോ. വി ആർ നോട്ട് റിലേ അപ്പോൺ ദി ബ്ലെസ്സിങ്സ്. ഈ ഉടമ്പടിയുടെ പ്രശ്നം ഉടമ്പടി കൃപയിലാണ് ലക്ഷ്യം വെക്കുന്നത്. അത് കൃപയുടെ ഇഫക്റ്റായ ബ്ലെസ്സിങ്സിലല്ല. അപ്പം കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2 കാര്യങ്ങൾ വേണം. എന്ത് വേണം? സ്നേഹം വേണം, വിശ്വാസം വേണം. ആരോട് വേണം? കർത്താവിനോട്, ക്രിസ്തുവിനോട്. അതാണ് 2 തിമോത്തി 1:14 എന്ന് പറഞ്ഞ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം. അപ്പം നമ്മൾ അങ്ങോട്ട് വിശ്വാസവും സ്നേഹവും കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് എന്താ വരണത്? കൃപ വരും. അതാണ് അതിൻ്റെ ഒരു ബയലാറ്ററായിട്ടുള്ള ഒരു കറണ്ട്. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ദൈവത്തിന് കൊടുക്കണത്. എന്താ? സ്നേഹവും വിശ്വാസവും. ഇപ്പോൾ ദൈവം നമുക്ക് തിരിച്ചു തന്നെ എന്താ? കൃപ. കൃപ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഓഫ് ഗോഡാണ്. ഇപ്പം പൗലോസ് അപ്പോസ്തലന് അപസ്മാരമോ അൾസറോ എന്തോ ഒരു ഗുരുതരമായ രോഗമാണ്. അപ്പം ആ മനുഷ്യൻ കർത്താവിൻ്റെ ദിവസം കണ്ണീരിടുമ്പോൾ, രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു സൗഖ്യം കൊടുക്കാനല്ല. കാര്യം പൗലോസിന് സൗഖ്യം കിട്ടിയാൽ മാത്രം പോരാ. 10,000 മനുഷ്യരുടെ ആത്മരക്ഷ വീണ്ടെടുക്കാൻ വേണ്ടി പൗലോസിന് വേണ്ടത് എന്താണ്? പവർ ഓഫ് ഗോഡ്, കൃപയാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് ദൈവം പറയും, നീ സൗഖ്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഞാൻ ഗ്രേസാണ് നിനക്ക് തരുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും അത് മതിയായതാണ്. അതാണ് മതിയാകുമെന്ന് പറഞ്ഞത്. നിനക്കെൻ്റെ കൃപ മതിയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ ശക്തിയുണ്ട് അല്ലേ? മനുഷ്യന്മാർക്ക് കുറേ തരം ശക്തിയുണ്ടല്ലോ. പലതരത്തിൽ പാർട്ടിയുടെ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, പറമ്പിൻ്റെ ശക്തിയുണ്ട് അല്ലേ? പൊന്നിൻ്റെ ശക്തിയുണ്ട്, പണത്തിൻ്റെ ശക്തിയുണ്ട്, മൊത്തം ശക്തിയാണ്. അപ്പോൾ പക്ഷേ ബൈബിൾ എപ്പോഴും പറയണത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. അതാണ് പ്രശ്നം. ഈ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന ഒരു മോഡെന്ന് പറയുന്നത് എന്താണ്? ബലഹീനതയിലാണ്. അതുകൊണ്ട് എന്ത് പറയും? പൗലോസ് പറയും, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ
ശക്തനായിരിക്കുന്നത്. അപ്പം മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, നിനക്കെൻ്റെ കൃപ മതിയെന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്? പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ ശക്തി ഇപ്പം നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങൾ വിചാരിച്ച് ഒരു റാങ്ക് ലിസ്റ്റിൽ ലാസ്റ്റ് ആണ്, അത് കിട്ടും എന്ന് എല്ലാ കൂട്ടുകാരെല്ലാം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കണം ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായെന്ന്. അപ്പോൾ നമ്മൾ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ബലഹീനമായി പോകും അല്ലേ? പക്ഷെ കഴിക്കത്തില്ല, ആൾക്കാരോട് മിണ്ടത്തില്ല, വിഷം കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഭക്ഷണത്തിന് കൂടെ മേടിച്ച് കടിച്ചു വിടും, ഇനി ജീവിച്ചിട്ട് എന്തിനാണ് എന്ന് അങ്ങനെ ആൾക്കാർ ചിന്തിച്ച് ഡൗൺ ആയി പോകും. പക്ഷേ ഇവിടെയാണ് പറയണത് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? കാര്യം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലാണ് ഓർമ്മിച്ച് തരണത്. എന്താ കാര്യം? നമ്മളിതിനെ തരണം ചെയ്യും. കാര്യം നിനക്ക് ഈ ജോലി മാത്രമാണ് നീ ഉദ്ദേശിച്ചത്, നീ സർവൈവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശിച്ചത്. എൻ്റെ കയ്യിൽ എവർ സോ മെനി വഴികളുണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടി. അപ്പം നീ ഒരു സ്ഥലത്ത് നിനക്ക് ഒരു കല്യാണം പോയി അല്ലെങ്കിൽ ഒരു കൊച്ചാഘോഷമായി പോയെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇപ്പോൾ ആകാശം ഇടിഞ്ഞ് വിടുന്ന പറഞ്ഞ് മോങ്ങി നടക്കേണ്ട കാര്യമില്ല. ഞാനാണ് നിന്നെ ശക്തനാക്കുന്ന ദൈവം. അത് നമുക്ക് ദൈവാരൂപി ഉണ്ടെങ്കിൽ ദൈവാരൂപി ഉടനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് ഇതൊക്കെ സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ കാലാവസ്ഥകളുണ്ടാകും. ഇപ്പം കർത്താവ് പറയും, നീ കാലാവസ്ഥകളെ ഒത്തിരിയേറെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കരുതെന്ന് പറയും. കർത്താവിൻ്റെ രീതി അതാണ്. ഇപ്പം 34 അല്ലേ 24-32 എടുത്തേ. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ പഠിക്കേണ്ടത്? പറഞ്ഞ അത്തിമരത്തിൽ നിന്ന് പറഞ്ഞേ. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ എന്താണ് ഈ വചനത്തിന്റെ പ്രത്യേകത? എന്താണ്? അത്തിമരത്തിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താ പഠിക്കാനുള്ളത്? അതിൻ്റെ കൊമ്പുകൾ ഇളതായി കഴിഞ്ഞാൽ വേനൽക്കാലം വന്ന് നിങ്ങൾ പറയുന്നു. പമ്പഴത്തിൻ്റെ കൊമ്പ്, റബ്ബറിൻ്റെ കൊമ്പൊക്കെ ചില ഷെഡ് ഔട്ട് ആവും. ഈ ഷെഡ് ഔട്ടിങ് നമുക്ക് മാത്രമല്ല മനുഷ്യന്മാർക്കുണ്ട്. ഇപ്പം വിചാരിച്ച് ജോലി കിട്ടണില്ല, 4 കൊല്ലമായി പ്രഗ്നൻ്റ് ആയിട്ടില്ല, ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ പ്രഗ്നൻ്റായി, പക്ഷേ കൊച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അബോർട്ടായി പോയി. ഷെഡ് ഔട്ടാണ്, ഇല പോയി. എന്നിട്ട് ഈശോ എന്താ ചെയ്യണം? ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ഈശോ പറഞ്ഞത് നിങ്ങളീ നഷ്ടപ്പെടുന്ന കൊഴിഞ്ഞു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യരുത്. അതാണ് സംഭവം. നിങ്ങളതും പറഞ്ഞ് മുങ്ങിക്കൊണ്ടിരിക്കണേ. പിന്നെ പ്രാർത്ഥനയും ഇല്ല, വീട്ടിൽ ഭക്ഷണവും ഇല്ല, ആരോടും താല്പര്യവും, നാട്ടുകാരെ കാണുമ്പോൾ ഒളിച്ച് താമസിക്കുന്നു, ബന്ധുക്കളെ കാണുമ്പോൾ ഫോൺ എടുക്കണില്ല. എന്തിനീ പരിപാടി നടക്കണേ? ഈ ഷുഡ് നോട്ട് അഡ്രസ് ദാറ്റ്. അതാണ് 24-32 എന്താ പറയണത്? അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. എന്താണ് പഠിക്കേണ്ടത്? അതിൻ്റെ കൊമ്പ് ഇളതായി കഴിഞ്ഞാൽ വേനൽക്കാലം വരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ എന്താണ് ഈശോ വിട്ടുകളഞ്ഞത്? അതിൻ്റെ അകത്ത് വിട്ടുകളഞ്ഞൊരു കാര്യം, ഇല കൊഴിയാതെ എങ്ങനെയാണ് തളർക്കണത്? പിടിയിട്ടില്ലേ? ഏത് മരമായാലും ഈ ചെറിയ നാമ്പുകൾ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അത് ഇല കൊഴിഞ്ഞു പോകും. ഈശോ പറഞ്ഞ ഇല കൊഴിഞ്ഞു പോകുന്ന സംഭവങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് പറയണത്. കാര്യം അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ പുതിയ ഇലകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട്, പുതിയ കൃപ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ ഭൗതിക സാഹചര്യങ്ങൾ മാറിയെന്ന് വരാം. യു ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായില്ലേ? പുതിയ സാഹചര്യങ്ങൾ വരുന്നു, പുതിയ കൃപ വരാൻ പോകുന്നു. അതിൻ്റെ അടയാളമായിട്ട് ദൈവിക പദ്ധതി. ഇപ്പം നിൻ്റെ പദ്ധതിക്കല്ലേ നീ പറഞ്ഞു, അയ്യോ ആ ഒരു ജോലി കിട്ടിയില്ലപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പം ഇനിയിപ്പോൾ എൻ്റെ മറ്റുള്ളവരെല്ലാം എൻ്റെ മേക്കെട്ട് കയറുമല്ലോ. എനിക്കാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ എൻ്റെ ചിലവിനൊക്കെ വേറെ ആൾക്കാരോട് ആശ്രയിക്കണത് ഐ കാണ്ട് ബെയർ. ഞാൻ വേണ്ടി ചത്ത് കളയുമെന്നൊക്കെ പറഞ്ഞ് നീ അടുക്കളയിരുന്ന് അമ്മയെടുക്കുക ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യും. ഒരു കഥയുമില്ല. നിങ്ങൾക്ക് ഡയലോഗും എല്ലാം പറയാനുണ്ടെങ്കിൽ ഇവിടെ പറയണം. ഇവിടെയാണ് നിങ്ങൾ ഡയലോഗ് പറയേണ്ടത്. നീ പറയണ ഡയലോഗൊക്കെ കുറച്ച് കഴിയുമ്പോൾ അമ്മയും ചാകും, അപ്പനും ചാകും, എല്ലാം ചാകും. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും നീ പൂർണ്ണമായിട്ടും ദൈവത്തിൽ തന്നെ, ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട്
നീ നടക്കേണ്ട വഴി. എത്ര സാക്ഷ്യങ്ങളുണ്ടങ്ങനെ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് വന്നില്ലേ? ഇപ്പം കേട്ട സാക്ഷ്യമില്ലേ? എൻ്റെ ഭർത്താവാണ് എന്നോട് പറഞ്ഞത്, എടി ഉടമ്പടിത്തേലെടുത്തിന് ഇറങ്ങിക്കേ, നമുക്ക് പത്രം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആണ് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് റിസൾട്ട് വരുമ്പോൾ, കർത്താവ് എൻ്റെ ലൈഫ് മൊത്തം ഡാർക്കാവുകയാണല്ലോ. ഇവിടെ ഭയങ്കര കോമഡി ആയിട്ട് അതൊക്കെ പറഞ്ഞിരിക്കണത്. കാര്യം ഡാർക്ക് ചെയ്യണമല്ലോ. ഡാർക്ക് ചെയ്യുമ്പോൾ തെറ്റാണോ ശരിയാണെന്ന് അറിയത്തില്ലാതെ ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉത്തരം നമ്മൾ ഡാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് തന്നെ ഉത്തരം കമ്പ്യൂട്ടറായാലും നമ്മുടെ പേപ്പറിലായാലും നമ്മളത് കറുപ്പിക്കണ്ടേ, കാരണം ഡാർക്ക് ചെയ്യണം. അപ്പോഴും ഇവർക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് ഇവർക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഈശോ എന്ന് പറഞ്ഞ് ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയോട് പറയും, ഈശോ നീയാണ് ആകപ്പാടൊരു ലൈറ്റ്, എനിക്ക് ഉത്തരവൊന്നും അറിയാൻ പാടില്ല, ഞാൻ നിന്നെ വിളിച്ചാണ് ഇതെല്ലാം ഡാർക്കാകണത്, എൻ്റെ ജീവിതം നീ ഇല്ലെങ്കിൽ ഇത് ഡാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഇമാജിനറി ഡയലോഗൊക്കെ ഈശോയോട് പറയുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഈശോയുടെ സ്നേഹമുണ്ട്, അതാണ് വിഷയം. ഒരു ബുദ്ധിബോധമില്ലാതെ കിട്ടണതിന് ഡാർക്കാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഈശോയുടെ ഡയലോഗിന് പഞ്ഞമൊന്നുമില്ല. ഓരോ മനുഷ്യൻ സർവൈവ് ചെയ്യണ രീതികൾ നോക്കണം. പക്ഷേ കണ്ണും പൂട്ടി കണ്ണു കാണാൻ പാടില്ലാതെ, ഡാർക്കാണോ വൈറ്റാണെന്ന് അറിയാൻ പാടില്ല, ഉത്തരം ശരിയാണോ തെറ്റാണെന്ന് അറിയാൻ പാടില്ലാതെ യേശുക്രിസ്തു മാത്രം ശരിയെന്നും പറഞ്ഞ് ഡാർക്ക് ചെയ്ത് വിടുകയല്ലേ ഈ സംഭവം. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എങ്ങനെ അടിപൊളി റിസൾട്ടല്ലേ വരുന്നത്. എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ഒരു രീതി കണ്ട പലതും എന്താ സംഭവിച്ചാൽ, ഇപ്പോൾ ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായി. സാക്ഷ്യമെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഞാൻ ആ ഉപദേശം ഉടനെ പിടിച്ചിട്ട് പറഞ്ഞ്, ഇങ്ങനെയുള്ള വല്ലാത്ത ഉപദേശം കൊടുത്ത് ജനങ്ങളെ വശകേടാക്കരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്താ വെച്ചാൽ എല്ലാ കാര്യവും കർത്താവ് ചെയ്യുമെന്നാണ് അവർ പറയണത്. നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, അത് അങ്ങനെ വർക്ക് ചെയ്യത്തില്ല. പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ രീതി എന്ന് പറയണത്, നമ്മൾ പരമാവധി ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവ് നൽകുന്ന കഠിനാധ്വാനം കൊണ്ട് നീ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഡാർക്ക് അടിച്ച് പോയെന്നൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് വൈറ്റായി കർത്താവളെ അനുഗ്രഹിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അവളും ഭർത്താവും കൂടി 3 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ഇപ്പോൾ പറയണേ, ഇപ്പം ഞങ്ങൾ 5:30 ചെല്ലണം, കാര്യം പരീക്ഷ കഴിഞ്ഞല്ല അന്ന്. പരീക്ഷ കഴിഞ്ഞപ്പോൾ 5:30 ചെല്ലണത്. പക്ഷേ അതൊക്കെ മുമ്പ് ഞങ്ങൾ 3:30 രണ്ടുപേരും കൂടി പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ അമ്മയും കൂടി വന്ന് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലും. എന്നിട്ടിരുന്ന് പഠിക്കും. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് 4:30 എഴുന്നേറ്റ് വരും. 5 വയസ്സിലെ കൊച്ചുണ്ട്. അപ്പം കുഞ്ഞ് എപ്പോൾ നോക്കിയാലും അപ്പനും അമ്മയും ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ നിൽക്കണം കാണാം. അവർ കൈ പിടിച്ചുകൊണ്ട് നിൽക്കണമല്ലേ. 5 വയസ്സുകാരത്ത് എപ്പോൾ എഴുന്നേറ്റാലും എല്ലാ ദിവസവും വെളുപ്പിനെ എഴുന്നേറ്റ് വരുമ്പോൾ അപ്പനും അമ്മയും ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ കുഞ്ഞും ഇപ്പോൾ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ശരിക്കും അധ്വാനിക്കുകയും ചെയ്യും, അതേസമയം ചിലപ്പോൾ കയ്യിൽ നിന്നും പോകും. എൻ്റെ മക്കളെ, നിങ്ങൾ അധ്വാനിച്ചതിന് ശേഷം കയ്യിൽ നിന്ന് പോകുകയാണെങ്കിൽ കർത്താവ് പിടിച്ചോളൂ. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോൾ വെറുതെ കൈയും കെട്ടിയിരുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചിലക്ക് ധാരണയുണ്ട്. അങ്ങനെയല്ല, ആ ധാരണ അങ്ങനെയല്ല. ബിബിൻ്റെ സാക്ഷ്യം തന്നെ, ബിബിൻ രാത്രി മുഴുവൻ പഠിച്ചാണ് വെളുപ്പിനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്, പകല് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്. അപ്പം ആദ്യം നമ്മൾക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വം, പഠിപ്പെങ്കിൽ പഠിപ്പ്, പരിശീലനമെങ്കിൽ പരിശീലനം, നമ്മൾ ചെയ്യാനുള്ളത് വൃത്തിമേനയായിട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾക്ക് ചിലപ്പോഴും കരകയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ചിലക്കുണ്ടല്ലോ, അച്ഛാ ഈ ജന്മം ഞാൻ ജോലി എടുത്താൽ പോലും എൻ്റെ വീട്ടിലെ കടം വീട്ടാൻ പറ്റത്തില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് എന്താണ് അവർ ഈ ജന്മം അവർ തന്നെ അവർക്ക് ജോലി കിട്ടി ജോലി എടുത്താൽ പോലും അതിൻ്റെ ഒരു ശമ്പളം പെൻഷനും കിട്ടിയാൽ പോലും അവരുടെ കടങ്ങൾ തീരത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം? ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. പല കാര്യങ്ങൾ ഇപ്പം ഇപ്പോഴത്തെ രീതി, നിൻ്റെ ബുദ്ധി നിൻ്റെ ഓർമ്മശക്തിക്കും ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഈ ടെസ്റ്റുകൾ എഴുതാൻ പറ്റത്തില്ല.
എന്ന് വെച്ചാൽ അത് എഴുതണ്ട എന്നല്ല എൻ്റെ അർത്ഥം. നീ ചെയ്യാൻ പറ്റുന്ന അത്രയും നീ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ബാക്കിയുള്ള നമുക്ക് ചെയ്യാവുന്ന അത്രയും ഭംഗിയായിട്ട് ചെയ്ത് ദൈവത്തിനെ വിളിച്ച് ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമില്ല. കാര്യം ഈ സത്യസന്ധത എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ വാഗ്ദാനങ്ങൾക്കെല്ലാം നമ്മൾ യോഗ്യരാകണത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് വാഗ്ദാനങ്ങൾക്കെല്ലാം പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും, വാഗ്ദാനങ്ങൾക്കെല്ലാം യോഗ്യമാകാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ളതെല്ലാം വൃത്തിമേനായിട്ട് ചെയ്തതിന് ശേഷം പിന്നെ ദൈവത്തിനെ വിളിച്ചാൽ മതിയോ? ദൈവികമായ കാര്യങ്ങൾ ചെയ്താൽ മതിയോ? അങ്ങനെ പിന്നെ മരിയൻ എന്ന് പറയുന്നത് എന്തിനാണ്? പിന്നെ മറിയത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അമ്മയുടെ ആവശ്യമില്ലല്ലോ. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം കഷ്ടപ്പെട്ട് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതിന് നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ പോരെ. അമ്മയുടെ മാധ്യസ്ഥം എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? വി ആർ ഡൂയിങ് മരിയൻ കവനന്റ് ഹിയർ നോ. എന്തുകൊണ്ടാണ് അമ്മയെ റിലേ ചെയ്യാൻ കാര്യം? എന്തുകൊണ്ടാണ്? പിന്നെ റിലേ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന എന്ന് ചെയ്തേക്കാവുന്നതല്ല. അപ്പോൾ പുണ്യാളന്മാരല്ലെങ്കിൽ അമ്മയെ റിലേ ചെയ്യാം എന്ന് അല്ല വിഷയം. കാര്യം വെച്ച് കഴിഞ്ഞാൽ സെമ്പോളിനൊക്കെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനൊക്കെ പറ്റിയ സഭ എത്രയോ മുമ്പോട്ട് പോകുന്നു. പൗലോസ് അപ്പോസ്തലനൊക്കെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പൗലോസ് അപ്പോസ്തലന് അബദ്ധം പറ്റിയത് അച്ഛൻ പറയണേ? അങ്ങേർക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയാമോ? പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സംഭവം ഉണ്ടായി. ഞാൻ ഈ നമ്മുടെ സെക്യൂന ടി വിയിലില്ലേ, അപ്പോൾ അവരെന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചായിരുന്നു. അപ്പം ഞാനത് തലേ ദിവസം ഈ ഭയങ്കര ട്രാഫിക് ആയ കാരണം ഞാൻ തലേ ദിവസം രാത്രി പോയി അവിടെ താമസിക്കുകയാണ്. അവിടെ താമസിച്ച് വെളുപ്പിനെ ഒരു 4:30 എഴുന്നേറ്റ് കാണാം. 4:30 എഴുന്നേറ്റപ്പോൾ ഫസ്റ്റ് പ്രെയറിൽ കർത്താവ് എനിക്ക് തന്നൊരു മെസ്സേജ്, പൗലോസ് അപ്പോസ്തലന് ഏഷ്യയിൽ കാലുകുത്താൻ ഒത്തില്ലെന്നാണ്. ഏഷ്യ എന്ന് പറയുന്ന ഇന്ത്യയും അതുപോലെ അഫ്ഗാനിസ്ഥാനും ചൈനയും ജപ്പാനും ഉള്ള ഇത്രയും സ്ഥലങ്ങൾ പൗലോസ് അപ്പോസ്തലന് ഭയങ്കര പീഡനങ്ങളുണ്ടായ സ്ഥലങ്ങളാണ്. അവിടെ കാലുകുത്താൻ അടഞ്ഞുപോയി. അത് ഞാൻ വെളുപ്പിനെ സെക്കൻഡിൽ സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് ഇതാണ് കിട്ടിയത്. അപ്പം ഞാനെടുത്ത് എന്തിനാ ഈ ഏഷ്യയിൽ പൗലോസ് അപ്പോസ്തലന് വാതിലടച്ചെന്ന് എന്തിനാണ് ഇപ്പം ഈശോ എന്നോട് പറയണത്? എൻ്റെ ആ വചനം ഒന്ന് എടുത്ത് പറഞ്ഞോളെ. 2 തിമോത്തി 1:15. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 2 തിമോത്തി 1:15. ഏഷ്യയിലുള്ളവരെല്ലാം എന്നെ ഉപേക്ഷിച്ചെന്ന് നിനക്കറിയാമല്ലോ. ഫിഗലോസും ഫെർമോഗനസും അവരിൽ ഉൾപ്പെടുന്നു. അല്ല, അപ്പം ഏഷ്യയിലുള്ള ശിഷ്യന്മാർ പൗലോസിനെ ഉപേക്ഷിച്ച കാര്യമാണ്. അതായത് ഇനി 2 കൊരിന്ത്യർ 1:8 വായിച്ചേ. സഹോദരങ്ങളെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് ഏഷ്യയിൽ ഭയങ്കര തിരിച്ചടി കിട്ടിയ ആളാണ്. ഏഷ്യ എന്ന് പറയുമ്പോൾ തന്നെ ബ്ലോക്കായി പോകും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഈശോ ഈ വെളുപ്പാങ്കാലത്ത് എന്നോട് ഇത് എന്തിനാണ് പറയണത്? ഞാൻ ഏഷ്യയിലല്ലേ സുവിശേഷ വേല ചെയ്യണത്. അവിടെ എനിക്ക് ബ്ലോക്ക് വരാൻ പോകുന്നുണ്ടോ? വാട്ട് യു മീൻ? അപ്പം ഞാനിങ്ങനെ നമ്മൾ സന്തോഷ് കരുമാൽ പറയും, ബ്രദർ സന്തോഷ് കരുമാൽ പറയും, ബ്രദർ ജോർജ്, അതിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറുന്ന മുമ്പ് കുറച്ച് നേരം എഴുന്ന പ്രെയർ ചെയ്തപ്പോൾ ഞാൻ സന്തോഷിനോട് പറഞ്ഞു, ബ്രദറെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഈശോ ഏഷ്യ ബ്ലോക്കാകുന്നതിനെക്കുറിച്ചാണ് മെസ്സേജ് തന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ സന്തോഷ് പറയും, അച്ഛാ അത് എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മൈലാപ്പൂർ ചെന്നപ്പോൾ, തോമാസ് ലീഗ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹയുടെ അവിടെ മാതാവിൻ്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്, പഴയ ഒരു പുരാതനമായ ചിത്രം. അതിന് താഴെ അവിടെ എഴുതിയിട്ടുണ്ട്, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ
ഇവിടെ ഈ ചിത്രത്തിൻ്റെ താഴെ 4 മാസം അടുപ്പിച്ചിരുന്നെന്ന് ഉപവസിച്ചുകൊണ്ട്. അപ്പോഴാണ് ഏഷ്യയിലേക്കുള്ള വാതിൽ തുറന്നു തന്നതെന്ന്. അപ്പം ഞാൻ ആകെപ്പാടെ ആത്മാവിൽ ഉരുകിപ്പോയി. എന്നോടിത് പറയാൻ വേണ്ടിയാ, നിങ്ങളോട് ഞാനിത് പറയാൻ വേണ്ടിയാ ഈശോ രാവിലെ വെളുപ്പിനെ ഏഷ്യ പ്രസംഗം പറഞ്ഞുകൊണ്ട് വന്നത്. എന്താ കാര്യം? പൗലോസിനെ പറ്റിയ ഒരു അബദ്ധം അതാണ്. കാര്യം അമ്മയുമായിട്ട് ബന്ധമില്ലായിരുന്നു. അത് കാരണം പൗലോസിനേക്കാൾ ഇരട്ടി ജോലിയാണ് ഫ്രാൻസിസ് സേവ്യർ ചെയ്തിരിക്കുന്നത്. എന്താ കാര്യം? ഇന്ത്യയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം മൈലാപ്പൂര് പോയി അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് 4 മാസം അടുപ്പിച്ച് പ്രെയർ ചെയ്യുകയാണ്. ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിച്ചത്? ഏഷ്യയിലേക്കുള്ള വാതിൽ തുറന്നു. അവിടെ നിന്നാണ് ജപ്പാനിലേക്ക് പോണത്. ജപ്പാനിൽ നിന്നാണ് ചൈനയിലേക്ക് പോണത്. കർത്താവിൻ്റെ സുവിശേഷം 2 വരങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പൗലോസ് പരാജയപ്പെട്ടെടുത്ത് ഫ്രാൻസിസ് സേവ്യർ വിജയിക്കുന്നതിൻ്റെ കാരണം ദ ഓൺലി സിമ്പിൾ കോസ് ദാറ്റ് ഈസ് ബ്ലെസ്സഡ് വെർജിൻ മേരി, അമ്മ മാതാവിൻ്റെ സാന്നിധ്യമാണ്. കൈയിട്ടിച്ച് കർത്താവ് അപ്പോൾ യേശുവെക്കുറിച്ച് എന്തുമാത്രം വചനങ്ങളാണ് ബൈബിളിലുള്ളത്. എല്ലാം പൗലോസിൻ്റെ കാലത്തെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് പറ്റി. ഇപ്പോൾ അരുൺ ബ്രദറാണ് എനിക്ക് ഇത് 2 കൊറിന്ത്യൻസിൻ്റെ 1:8 ഉടനെ അദ്ദേഹം എടുത്ത് അത് യേശുവെക്കുറിച്ച് പറഞ്ഞ വചനങ്ങളാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായില്ലേ? എന്താണ് മരിയൻ എന്ന് മനസ്സിലായില്ലേ? പൗലോസിനും മരിയൻ ഉണ്ടായിരുന്നെങ്കിലേ ഇന്ന് എത്രയോ പേര്, കോടികൾ, മാതാവിൻ്റെ ഒരു സംരക്ഷണം പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിരുന്നെങ്കിലേ ഇന്ന് ഇതിനേക്കാൾ എത്രയോ കോടികൾ ഈ പൂർവ്വദേശത്ത് കർത്താവിനെ അറിയുമായിരുന്നു. ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെരിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ എല്ലാ കാര്യവും ശരിയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസിന് എല്ലാ കാര്യവും ശരിയാകേണ്ടതായിരുന്നില്ല. ഇപ്പം നിങ്ങളിത് ആൻസർ ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്തു, അതിനുശേഷം നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു. അങ്ങനെ മാത്രം ചെയ്താൽ എല്ലാ കാര്യവും ശരിയാകുമായിരുന്നെങ്കിൽ പൗലോസിന് ഇത്രയും തിക്കുമുട്ടലുണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവം എന്തിനാ അമ്മയെ നൽകിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതിരോധ്യമായ മാധ്യസ്ഥമാണ്. പ്രതിരോധിക്കാൻ പറ്റത്തില്ല. പത്രോസൊക്കെ പറഞ്ഞപ്പോഴും ഈശോ പ്രതിരോധിച്ചായിരുന്നു. ഇവളെ കാനംകാർ വരുമ്പോൾ പറയത്തില്ലേ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് കാനംകാർ വരുമ്പോൾ എന്താ പറയണത്? ഇവളെ പറഞ്ഞു വിട്, ഇവൾ നമ്മുടെ പുറകെ കരഞ്ഞ് വരുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണില്ലേ യേശുവിനെടുക്കുന്നത്? അപ്പോഴല്ലേ യേശു പറയണത് ഈ മധ്യസ്ഥ ഏറ്റെടുക്കത്തില്ല. കാര്യം എന്താ? മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുക, വിഹിതമല്ലെന്ന് പറഞ്ഞ് അതിനെ തട്ടിക്കളയും. അപ്പോൾ ചില വിശുദ്ധന്മാരായ പോലും ചില മാധ്യസ്ഥങ്ങൾ ദൈവഹിതമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കത്തില്ല. പക്ഷേ അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറയുമ്പോൾ എപ്പോൾ ഓർക്കണം, അതായത് അമ്മ തന്നെ ദൈവഹിതത്തിന് കൈയും കാലും വെച്ച ആളായത് കാരണം അമ്മ പറയുന്നതെല്ലാം ദൈവഹിതമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. നമുക്കിത് രഹസ്യമാണിത്. കാനായിലെ കല്യാണത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ സമയം വെച്ച ആൾക്കാർ സഞ്ചാരി മാതാവാണ്, സമയത്തിൻ്റെ ആജ്ഞയാണെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ കാരണങ്ങൾ ഒന്ന്, സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ ഉദാഹരണം, സമയമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിനക്ക് എന്താ, എൻ്റെ സമയം ഇനിയും സമാഗതമായില്ലല്ലോ. എന്നുവെച്ചാൽ മറിയത്തിൻ്റെ മാധ്യസ്ഥത നിൽക്കാത്ത കാര്യമാണത്. ക്ലിയർ അല്ലേ? ആർക്കാണ് മനസ്സിലാകാത്തത്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ എന്താ മറുപടി പറയണത്? അല്ല, എനിക്ക് നിനക്ക് എന്താ, എൻ്റെ സമയം ഇനിയും സമാഗതമായില്ല. അപ്പം മറിയത്തിൻ്റെ മാധ്യസ്ഥത നിൽക്കാത്ത കാര്യങ്ങളാണത്. നമ്മുടെ ജീവിതത്തിൽ ആരുടെയും മാധ്യസ്ഥത നിൽക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാകും. അപ്പോഴും മറിയം തന്നെയാണ് നമുക്കുള്ളത്. അതായത് നമ്മൾ ഈ മരിയൻ ഉടമ്പടിയിൽ അമ്മയുടെ മാധ്യസ്ഥത വെക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? മറ്റു മാധ്യസ്ഥങ്ങളുടെ പരാധീനതകൾ എവിടെയാണ്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടൈം എങ്ങനെയാണ് അമ്മയുടെ മാധ്യസ്ഥയിലൂടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്?
അതിൻ്റെ അമ്മയുടെ കപ്പാസിറ്റി എന്താണ്, അതനുസരിച്ച് റിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴേ ശുശ്രൂഷ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ ആരാധന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. സന്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു. അമ്മ ഞങ്ങളുടെ ജീവിതത്തില് വഴി നടത്തുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ ആരാധന മഹത്വം മഹത്വം. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നേ, അതായത് നമ്മൾ റോമ 9:8 എടുത്തേ. റോമ 9:8 ശ്രുതികട്ടെ ഹല്ലേലൂയ. അതായത് വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, പ്രത്യുത വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എബ്രാഹത്തിൻ്റെ മകൻ ആരാണ്? ഇസഹാക്ക് അല്ലേ? അപ്പോൾ വംശമുറയ്ക്കുള്ള മക്കളുണ്ട്. പിന്നെ എന്താണ്? എബ്രാഹത്തിൻ്റെ വിശ്വാസം ഫോളോ ചെയ്യുന്ന മക്കളുണ്ട്. അതാണ് വാഗ്ദാനപ്രകാരമുള്ള മക്കൾ. അതാണ് റോമ 9:8 പറയണത്. എബ്രാഹത്തിൻ്റെ വിശ്വാസം ഫോളോ ചെയ്യുന്നവർ. കാര്യം വിശ്വാസം. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഭയങ്കര സങ്കടം എന്താണെന്നറിയാമോ? ഈ വിശ്വാസത്തിൽ പോലും പൗലോസ് അപ്പോസ്തലൻ ആരെയാണ് മാതൃകയാക്കണത്? എബ്രാഹത്തിനെ. പക്ഷേ മറിയത്തിൻ്റെ കാര്യം വരുമ്പോൾ എബ്രാഹം ഒരു നല്ല മാതൃകയല്ല. എന്താ കാര്യം? എബ്രാഹത്തിനോട് പറഞ്ഞത് എന്താണ്? 18 നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 18:10 ഉൽപ്പത്തി പുസ്തകം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 18:10 കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. നോക്കിയേ, എബ്രാഹത്തിനോട് കർത്താവ് എന്താ പറഞ്ഞത്? വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. ഇവിടെ വസന്തമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത് വസന്തമെന്ന് പറഞ്ഞിട്ടില്ല. ടൈം പറഞ്ഞിട്ടില്ല. ടൈം എന്നും പ്രശ്നമാണ്. ടൈമും സ്ഥലവും പ്രശ്നമാണ്. ഇപ്പം സ്ഥലത്തിൻ്റെ കാര്യവും നമുക്ക് എപ്പോഴും ഒരു പ്രതിരോധം ഉണ്ടാകുന്നത് സ്ഥലം കൊണ്ടോ സമയം കൊണ്ടോ ആയിരിക്കും. ദൈവം ഇടപെടുന്നത് അവിടെ തന്നെ ഇരിക്കും. എൻ്റെ സഹോദരങ്ങൾ വൃത്തിയായിട്ട് ഈ വിഷയം മനസ്സിലാക്കണം. അതായത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകണത് നമ്മുടെ സാഹചര്യം എന്ന് പറയുന്ന സാഹചര്യം പ്രതികൂലം. ഇപ്പം ചില പറയത്തില്ലേ, സാഹചര്യം പ്രതികൂലമാണെന്നൊക്കെ പറയത്തില്ലേ? അതെന്താ വെച്ചാൽ അത് ചില സമയദോഷം എന്നൊക്കെ പറയും, ചില സ്ഥാനത്തിൻ്റെ കുഴപ്പം പറയും. പക്ഷേ ഞാൻ ആ രീതി സംസാരിക്കുകയല്ല. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ സാഹചര്യത്തിൻ്റെ 2 എൻറ്റിറ്റീസാണ് ടൈം ആൻഡ് സ്പേസ്. ഇത് ചില സമയത്ത് നമുക്ക് സർവൈവിങ്ങിന് എതിരെ നിൽക്കും. ഇത് ചില സമയത്ത് ദൈവം തന്നെ ഷിഫ്റ്റ് ചെയ്യും. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പം അമ്മയുടെ കാര്യം തന്നെ. അതായത് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ഗ്രേസ് കിട്ടുന്ന മുമ്പ്, ഗ്രേസ് ഡബിൾ ചെയ്യുന്ന മുമ്പ് ഷിഫ്റ്റിംഗ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു സാഹചര്യത്തിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ അയ്യോ ദൈവം എന്നെ തള്ളിക്കളഞ്ഞ് ഞാൻ ചത്ത് കളയോ എന്നൊന്നും പറഞ്ഞേക്കരുത്. കാര്യം ഷിഫ്റ്റിംഗ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഉദാഹരണത്തിന് 2:5 വായിച്ചേ, ലുക്കായുടെ സുവിശേഷം. ശ്രുതികട്ടെ. ലുക്ക 2:5. പേരെഴുതിക്കാനായി പറഞ്ഞോളൂ. ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടി പോയി. അതായത് മറിയം 9 മാസം 10 ദിവസം ഉള്ളപ്പോൾ 9 മാസം 7 ദിവസം ഉണ്ടപ്പോൾ ഷിഫ്റ്റ് ചെയ്യണം. കണ്ടില്ലേ? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയമാണിത്. ഗർഭിണിയല്ല, പൂർണ്ണ ഗർഭിണിയാണ്. ഇനി 72 മണിക്കൂർ ബാക്കി നിൽക്കുമ്പോൾ എന്തിനാണ് ഇവരെ ഷിഫ്റ്റ് ചെയ്യണത്? ഇറ്റ് ഇസ് നോൺ സെൻസ്. ആർക്കും അറിയാൻ പറ്റാത്തത്. പ്രത്യേകിച്ച് ലേഡിയോട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരു ലേഡിയോടും ലോകത്ത് ആരും ചെയ്യാൻ പറ്റാത്തത്, ദൈവം ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ദൈവം ചെയ്യണത്. ചില സമയത്ത് നമ്മളോട് ദൈവം
ഒരു കാലത്തും നമ്മുടെ മാതാപിതാക്കന്മാർ പോലും ചെയ്യാത്ത നമ്മുടെ ശത്രുക്കൾ പോലും ചെയ്യാത്ത അപരാധങ്ങൾ ചെയ്തെന്ന് നമുക്ക് തോന്നണ ചില സമയമുണ്ട്. ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യണം, വളരെ സീരിയസ് വിഷയമാണിത്. കാര്യം ഇവർക്കൊരു കുഴപ്പമില്ലാത്ത നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ്. ഒരു 10 മാസം മുമ്പ് ഇവർ പ്രഗ്നൻ്റ് ആകണ മുമ്പ് മാലാഖ വന്ന് സ്തുതിയൊക്കെ പറഞ്ഞ ആളാണ് അല്ലേ. അവിടെ പറഞ്ഞ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നൊക്കെ പറഞ്ഞ ആളാണ്. അപ്പോൾ ഇവരുടെ ഒരു കുഴപ്പങ്ങളൊന്നുമുള്ള ആളല്ല, കൃപ നിറഞ്ഞ ആളാണ്. അപ്പം കൃപ നിറഞ്ഞ ആളായിട്ടും ഇവരോട് ഈ ദ്രോഹം ചെയ്യേണ്ട കാര്യമില്ല. കന്യാമ്മയുടെ കൂടെ മര്യാദക്ക് ആ വീട്ടിൽ പ്രസവിക്കാൻ വേണ്ടി ഉള്ള കുഴമ്പും എണ്ണയും തുണിയൊക്കെ വാങ്ങിച്ച് സെറ്റാക്കിയിരിക്കണം. ഈ സെറ്റപ്പിൽ നിന്ന് പെട്ടെന്ന് ഇവർ ലിഫ്റ്റ് ചെയ്ത് കളയും. ഈ ലിഫ്റ്റിങ് ഏത് സമയത്തും ഉണ്ടാകാം. അതായത് ഞാനിതൊക്കെ അമ്മയ്ക്ക് തന്നെ പഠിച്ചത്. ഷിഫ്റ്റിങ് വരുമ്പോൾ ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ ഇവർ ഉപയോഗിച്ച 2 നിലപാടുകളുണ്ട്. നമ്മളെങ്ങനെയാണ് ഗ്രേസുമായിട്ട് ഫ്രണ്ടിലാണെന്ന് പറയണം. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ കൃപയുടെ പോക്കുവരവുകളോട് ഒരു വളരെ ഫ്രട്ടേൺ ആയിട്ടുള്ള ഒരു നിലപാടുകൾ എടുക്കേണ്ടി വരും. അല്ലാതെ മോന്തം കയറ്റി പ്രാർത്ഥനയും ഇല്ല, ഭക്ഷണവും ഇല്ല, ഞാനിനി ഒരു ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കട്ടില്ല, എല്ലാ ദൈവത്തിനും പ്രാർത്ഥിച്ച് ഞാൻ അവസാനം ഈ പരുവത്തിലായി, ഇങ്ങനെയുള്ള ചീപ്പ് ഡയലോഗൊന്നും അടിക്കാതെ മര്യാദക്ക് ആഴമുള്ള വിശ്വാസിയെപ്പോലെ ദൈവദിവസനെ വ്യാപരിക്കണം. അങ്ങനെ നീ വ്യാപരിക്കുന്ന വരെ ഷിഫ്റ്റിംഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ കണ്ടില്ലേ, അമ്മ ഈ ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ ഒന്ന് നോക്കിയേ, ഞാൻ തന്നെ ഓർത്തിട്ട് ആത്മരോഷം കൊണ്ടിട്ടുണ്ട്. ഈ വയറും വലിച്ചുകൊണ്ട് എത്ര കിലോമീറ്ററാണ് ഇവരെ കൊണ്ടുപോയി. ഇവർ നസ്രത്തിൽ താമസിക്കുകയാണ്. ഞാൻ ആ വഴി വണ്ടി പോയ ആളാണ്. എന്നിട്ട് ഏതാണ്ട് 4 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ തിരിച്ച് ഈ ബെത്ലഹേമിൽ നിന്ന് നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലെത്തിയത്. അത് വണ്ടി പോയിട്ടാണ്. നല്ല ഒന്നാമത് ഇസ്രായേൽ റോഡെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഇൻ്റർനാഷണൽ റോഡാണ്, ചുമ്മാ പറപ്പിച്ചിവിടെ പോകും. അങ്ങനെ പോയിട്ട് നമ്മൾ അമ്മ താമസിച്ച സ്ഥലത്ത് വരുമ്പോൾ 4 മണിക്കൂർ ഓട്ടോ പറ്റിയുണ്ട്. അപ്പോൾ അവിടെ എല്ലാം കൂടി ഒറ്റക്ക് പോയിരിക്കുന്നതാണ്. നടന്ന് ഈ അസപിതാവുമായിട്ട് ഈ ഉയർത്ത വയറുമായിട്ടാണ് ബെത്ലഹേമിലേക്ക് പോണത്. എന്തിനാണ് ആ കനേഷ്മാർ വേണമെങ്കിൽ നീട്ടി വെക്കാൻ വരുന്നത്, അല്ലെങ്കിൽ പ്രസവത്തിന് നേരത്തെ ഒരു 6 മാസം മുമ്പ് വെക്കാൻ വരുന്നത്. ദൈവത്തിന് എങ്ങനെ നിന്നെ സഹായിക്കാൻ പറ്റും? അപ്പോൾ സഹായിക്കത്തില്ല. അത് നീ ദൈവത്തോട് ഇടിവെക്കാൻ നോക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. മര്യാദയ്ക്ക് അമ്മ തന്നൊരു വഴിയുണ്ട്. എന്താണ്? 2 സമയത്ത് ഈ ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ അമ്മ ബോധപൂർവ്വം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പം നിങ്ങൾ പറയും, എത്ര പേര് എന്നേക്കാൾ മോശമായിട്ടുള്ള എൻ്റെ ക്ലാസ്മേറ്റുകളൊക്കെ ജോലി കിട്ടിപ്പോയില്ല, എന്നേക്കാൾ നേരത്തെ എൻ്റെ കൂട്ടുകാർക്ക് എനിക്ക് നാണമാണിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ. കാര്യം എന്നേക്കാൾ താമസിച്ച് കല്യാണം കഴിച്ച 3 കൊല്ലം താമസിച്ച് കല്യാണം കഴിച്ചവർക്കൊക്കെ ഇപ്പോൾ 2 പിള്ളേരായി. അപ്പോൾ അവരൊക്കെ പിള്ളേരെ കൊണ്ടുവരുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ നമ്മൾ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തത്? നിനക്ക് എപ്പോഴെങ്കിലും നീ ആരോടും പറഞ്ഞില്ലെങ്കിൽ നീ സ്വന്തമായിട്ട് ചോദിക്കെങ്കിലും ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ സെൻസ്. അതിവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് മിണ്ടാതിരുന്നിട്ട് പറയണം. കാര്യം അമ്മ ഈ കാലഘട്ടം, ഈ ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിലെ കാര്യം നമുക്കറിയാം. ഗ്രേസ് നമുക്കറിയാം. ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കണേ, അതായത് ദൈവം എന്ന് വെച്ചാൽ ഒന്നും മുതലാകാത്തൊരു ദൈവമാണ്. സത്യദൈവമാണെങ്കിൽ ഒന്നും മുതലാകാത്ത ആളായിരിക്കും. ഇപ്പോൾ ഈശോനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈശോനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഈശോയെക്കുറിച്ച് പറഞ്ഞത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വിഷയമുണ്ട്. അത് ആദ്യത്തെ വചനം നോക്കണം. എന്താ ആദ്യത്തെ വചനം? എന്താണ് പറയണത്? അതായത് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് നമ്മൾ ലൂക്ക 1:28 വായിക്കുന്നുണ്ട്. കൃപ. അപ്പം പക്ഷേ ഈ കൃപ നിറഞ്ഞത് കൊണ്ട് മാത്രം നിൻ്റെ ദൈവം ഹാപ്പിയല്ല. എന്താ കാര്യം? നിങ്ങളുടെ അപ്പൻ ചിലപ്പോൾ നിങ്ങളിപ്പോൾ PDC പഠിച്ചതുകൊണ്ട് ചിലപ്പോൾ അപ്പന് താല്പര്യം ഉണ്ടാകത്തില്ല. ചിലപ്പം അതാണ് പ്രശ്നം. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ് പറയത്തില്ലേ ബൈബിളിൽ? കർത്താവ് പറഞ്ഞ വാക്കല്ലേ 1:5-48. അതായത് പരിപൂർണതയിലേക്കുള്ള വഴികളിൽ കോംപ്രമൈസ് ഇല്ലാത്ത പഠനങ്ങൾ ദൈവപൈതലിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളെ വൃത്തിയും മെനയുള്ള ദൈവപൈതലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കീപ് ക്വയറ്റ്.
അമ്മ എന്താ പറഞ്ഞത്? 2:19, 2:52 വലിയ പ്രസംഗങ്ങൾ നടക്കുമ്പോൾ മറിയം ഹൃദയത്തെ സംഗ്രഹിച്ചു അതേക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നെന്നാണ് പറയണത് അല്ലേ? അപ്പം ഷിഫ്റ്റിംഗ് കാലഘട്ടത്തിൽ മിണ്ടാണ്ടിരിക്കണം. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ആ ഒരു കുഞ്ഞിനൊക്കെ 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അതിനിപ്പോൾ മലദൂരവും ഇല്ല. അപ്പോൾ എത്രയോ പേരെ ഇവിടെ വന്നെന്നറിയാവോ? അപ്പോൾ ഞാൻ അങ്ങനെ 2 കേസ് ഈ ആഴ്ചയിലുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ അനുഭവങ്ങളെയാണ് ഇപ്പോൾ അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെ എന്ത് സംഭവിക്കാം. പണ്ട് ഞാൻ എൻ്റെ ഇടവകയിൽ പള്ളിത്തോട്ടിരിക്കുന്ന കാലത്ത് ഞാൻ 2 ആഴ്ച ഇല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഒരു ചേടത്തി വന്ന് എന്നെ തല്ലാൻ പോണ പോലെ പറഞ്ഞ് ഇത് എവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചു. അന്ന് ഞാൻ കൊച്ചച്ഛനാണ്. എന്നോട് അധികാരമായിട്ട് ചോദിക്കാനുള്ള സ്നേഹം അവർക്കുണ്ട്. കാര്യം വെച്ചാൽ അവർ 3-4 പ്രാവശ്യം എൻ്റെ മേടെ തിരക്കി വന്നിട്ട് കണ്ടില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉറ്റ ബന്ധു മരിച്ചുപോയി. അപ്പോൾ ഭർത്താവിൻ്റെ ഇപ്പം അത് കൃത്യമായിട്ട് 93 കേസാണ്. ഇപ്പം ജസ്റ്റ് ഇവിടെ ഓർത്തു പോയത് കൊണ്ട് പറയുകയാണ്. അതായത് എന്താ പ്രശ്നം വെച്ചാൽ അവരുടെ ഭർത്താവ് മരിച്ചു, അതാ പ്രശ്നം. അത് നേരത്തെ മരിച്ചു, ഇപ്പം മരിച്ചതല്ല. ഇപ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകളുടെ ഭർത്താവ് മരിച്ചു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതൊക്കെ മുമ്പ് വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകളുടെ ഭർത്താവ് മരിച്ചിട്ട് ചിറ്റപ്പനാണ് പണ്ട് ഇവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൻ്റെ അനിയന് ഇഷ്ടമില്ലാത്തൊരു കല്യാണമാണ് ഈ മകളെ കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അയാളെ ഡിസോൺ ചെയ്ത് അപ്പോഴും മകളിപ്പോൾ കിട്ടി വീട്ടിലും വന്ന് നിൽക്കണം. അപ്പോൾ എല്ലാം കൊണ്ട് ഇവർക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് അന്ന് എൻ്റെ അടുത്ത് വന്നതാണ് 93 ഏത് കാലഘട്ടമാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് അമ്മ മാതാവ് പ്രത്യക്ഷ. ഇപ്പം എനിക്ക് ഇവർ പറയും ഇവർക്ക് ഒരു ആശ്വാസം കിട്ടുക എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ ഇവർ ഭ്രാന്ത് പിടിക്കുക. അപ്പോൾ ഞാൻ ഇവരുടെ ബൈബിളെ കൈ വെച്ചിട്ട് വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവർ വിശ്വാസപ്രമാണം ചൊല്ലി. അന്ന് ഞാൻ പറഞ്ഞു 2 നമ്പർ പറയാൻ പറഞ്ഞു. അവർ 2 നമ്പരൊക്കെ പറഞ്ഞ് ഈശോ എന്നാ പറഞ്ഞു നോക്കണ്ടേ, ഇവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, മാനുഷികമായിട്ട് സംസാരിക്കുന്ന വിഷയമല്ല. അപ്പോഴേ ഈശോ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, അക്കാലങ്ങളിൽ സൂര്യൻ തണുത്തു പോകും, ചന്ദ്രൻ പ്രകാശം തരത്തില്ല, നക്ഷത്രങ്ങൾ നിപതിക്കും, അപ്പം മനുഷ്യപുത്രൻ വരുമെന്ന്. ഞാൻ പറഞ്ഞ് സൂര്യൻ തണുത്തുപോയി, ഭർത്താവ് മരിച്ചു, ചന്ദ്രൻ പ്രകാശം തരുന്നില്ല, ചിറ്റപ്പൻ ഹെൽപ്പ് ചെയ്യാത്തൊരു മൂഡിലാവുന്നിരിക്കും, നക്ഷത്രങ്ങൾ നിപതിക്കുന്നു, മകള് ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കണം. അപ്പോൾ ഇപ്പം അടുത്ത വരി എന്താണ്? അന്നേരം മനുഷ്യപുത്രൻ വാനമേഘങ്ങൾ എഴുന്നള്ളി വരുന്നത് നിങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞോടുകൂടി ഇതിങ്ങനെ പറയുമ്പോൾ അഭിഷേകം ഉണ്ടാകത്തില്ല. പക്ഷേ ആ സമയത്ത് എനിക്കും അഭിഷേകം വന്ന് അവർക്കും അഭിഷേകം വന്നു. ഇനി ഒന്നും പറയേണ്ടെന്ന് പറഞ്ഞു. അവരിനി പറഞ്ഞു ഇനി അച്ഛൻ ഒന്നും പറയേണ്ടെന്ന്, എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല വിഷയം, അതെൻ്റെ ദൈവം അറിഞ്ഞാണ് സംഭവിക്കുന്നതെന്ന് ഉള്ള ബോധ്യം ആ ചേർത്തിക്കൊണ്ടായ പോലെ അതിനേക്കാൾ വലിയ ബോധ്യം അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. അല്ലാതെ അയ്യോ എൻ്റെ കൂട്ടുകാർക്കെല്ലാം അവരെല്ലാം കരകയറി പോയില്ല, ഞാനാണല്ലോ ഇങ്ങനെ കിടക്കണത് എന്ന് നമുക്ക് വേണമെങ്കിൽ മാനുഷികമായി ചിന്തിക്കാം. പക്ഷേ നിങ്ങൾ ഉടമ്പടിയുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവമായിട്ട് എഗ്രിമെൻറ്റിലുള്ള ജീവിതമാണ്. അപ്പോൾ ദൈവത്തിന് നിങ്ങൾ ഒരു പദ്ധതി ഉണ്ടാക്കി വെച്ച് കാണും ചിലപ്പോഴേ. അത് നിങ്ങളുടെ ബുദ്ധി മോശം കൊണ്ടോ നല്ല ചിന്ത കൊണ്ട് തൽക്കാലത്തെ കൊണ്ടോ ഇടപാടുകളാകാം. പക്ഷേ ചിലപ്പോഴേ ഷിഫ്റ്റിംഗ് വന്നെന്ന് വരാം. ഓരോരോ വിഷയങ്ങൾക്ക് ഷിഫ്റ്റിംഗ് വരും. ഷിഫ്റ്റിംഗ് വരുമ്പോൾ ബഹളം ഉണ്ടാക്കരുത്, മിണ്ടാണ്ടിരിക്കണം. ജോലിയാകും, ചിലപ്പോൾ പിരിച്ചു വിട്ടെന്ന് വരും. ജോലി ചിലപ്പോൾ പിരിച്ചു വിടും. ഒരു ഷിഫ്റ്റിംഗാണ് ഇതിനകത്തുള്ള. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് കൃപ നിറഞ്ഞവളെ സ്വസ്തി ലൂക്ക 1:28. പക്ഷെ അതുകൊണ്ട് നിൻ്റെ ദൈവം നീ കുറച്ച് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, നിങ്ങൾ ദൈവത്തോട് അടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? IELTS പാസ്സാകാൻ വേണ്ടി മാത്രമാണ്, വസ്തു വിൽക്കാൻ വേണ്ടി മാത്രമാണ്, പ്രൊമോഷൻ കിട്ടാനും PR കിട്ടാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതിയില്ല. ഇവൻ ക്രൂശിക്കപ്പെട്ടതും അവൻ്റെ രക്തം ഭൂമി വീണതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിത്യതയാണ്. നിത്യതയിലേക്ക് നിനക്ക് കെട്ടിയെടുക്കണമെങ്കിൽ നിനക്ക് ഗ്രേസ് വേണം. ഗ്രേസ് ഉണ്ടായാൽ മാത്രം പോരാ. അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം
കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്ന ഒരു ഓപ്ഷനുണ്ട്, ഒരു പ്രൊവിഷനുണ്ട്. എന്താണ്? അതുകൊണ്ടാണ് മാതാവ് ഇപ്പം നമ്മൾ ലൂക്കാ 1:28 കൃപ നിറഞ്ഞവളെ സ്വസ്തി, അമ്മ കൃപ നിറഞ്ഞതാണ്. അതുകൊണ്ട് അത് ലാസ്റ്റ് വാക്കല്ല. ഇപ്പം നമ്മളൊരു ഡിഗ്രി എടുത്തു, അത് വിദ്യാഭ്യാസത്തിൻ്റെ ലാസ്റ്റ് വാക്കല്ലല്ലോ, പിന്നെ കിടക്കുന്ന PhDയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അതുപോലെ ദൈവം നിന്നെ വളരാൻ പറ്റുമെന്നെങ്കിൽ, കൃപയിൽ നിലനിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ ഇതുപോലെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് ഹെൽപ്പ് ചെയ്യണത് നമുക്ക് ചില സമയത്ത് ഷിഫ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. അതിൻ്റെ ഉദ്ദേശം ഈ 1:16 യോഹന്നാൻ 1:16 എന്താണ്? ഇപ്പം അവൻ്റെ നാമത്തിൽ ഒന്ന് പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോഴേ ദൈവം കണ്ണുവെക്കണം എവിടെയാണ്? നമ്മുടെ കൃപ, ഗ്രേസ് അപ്പോഴും ഗ്രേസാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കണം. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഞാൻ എവിടെയാണ്? ഞാൻ കോയമ്പത്തൂർ ഹോട്ടലിൽ താമസിക്കുകയാണ്. അവിടെ അങ്ങനെ ആളൊന്നുമില്ല. കോവിഡായിട്ട് ക്വാറൻറ്റൈനിൽ പോയതാണ്. 1 മാസം ഞാൻ കോവിഡായി കിടക്കരുത്. എത്ര ഒരു 3 പ്രാവശ്യം ഇതിനുള്ളിൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം പോസിറ്റീവ്. 1 മാസം മൊത്തം പോസിറ്റീവ്. എന്താ ക്രിസ്മസ് കാലം മുഴുവനും പോസിറ്റീവ്. അതായത് ഒരു ഇത് വർഷം മുതൽ ഡിസംബറിൽ 6-ാം തീയതി അവിടെ പോയി അഡ്മിറ്റായിട്ട് ഞാൻ പിന്നെ നെഗറ്റീവ് ആകണത് ഡിസംബർ 30-ാം തീയതിയാണ്. നോക്കി ഈ കാലം എന്ത് ചെയ്യായിരുന്നു ഞാൻ? ഈ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ ജപമാല ചൊല്ലിയിരിക്കുന്നത് ആ ഒരു ടൈമിലാണ്. ഒരു ദിവസം 26, 27, 30, 35 വരെ 35 ജപമാല വരെ ഒരു ദിവസം ചൊല്ലുന്നുണ്ട് കോവിഡ്. എന്നെ സംബന്ധിച്ചുള്ള ഷിഫ്റ്റിംഗ് ടൈമാണിത്. എനിക്ക് കാര്യം അറിയാം. കാര്യം ഇത് കൃപ അപ്ലോഡ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ ശാന്തരായിട്ട് പ്രെയർ ചെയ്യേണ്ടത്, അല്ലാതെ ദൈവത്തിൻ്റെ അടുത്തേക്ക് അറിയുകയല്ല. എനിക്ക് എവിടെ നിന്നാണ് കോവിഡ് കിട്ടിയത്? ഞാൻ ഇവിടുന്ന് കിട്ടിയാണ്. എനിക്കറിയാമായിരുന്നു പണി കിട്ടാൻ പോകേണ്ടത്. കാര്യം അന്ന് ഭയങ്കര ഇടിയായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് കിട്ടിയതാണ് ശരിക്കും. അപ്പോൾ എനിക്ക് വേണേൽ കർത്താവിനെ പറയുന്നത്, കർത്താവ് ഞാൻ നിൻ്റെ ജോലി എന്ന് ചെയ്ത് നിൻ്റെ ആൾക്കാരെ നിൽക്കുമ്പോൾ നീ എൻ്റെ കാര്യമൊക്കെ നോക്കണ്ടേ? ഞാൻ മിണ്ടിയിട്ടില്ല. എന്താ കാര്യം? ഞാൻ ഫോളോ ചെയ്യണം ഇവരെയാണ്. എന്താണ്? ഹൃദയത്തെ സംഗ്രഹിച്ചു, അതേക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ലൂക്ക 2:19, 2:52. ഒരു സമയത്തും ദൈവമായിട്ട് ഫൈറ്റിങ്ങിന് പോകരുതെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ഷിഫ്റ്റിംഗ് ടൈമിലും സ്പേസിലുമാണ് ഷിഫ്റ്റിംഗ് വരാൻ പോണത്. അവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഗ്രേസ് അപ്ലോഡിങ് ടൈമാണ്. നമ്മൾ മോന്ത കയറ്റുകയോ ദൈവത്തോട് ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നതിന് പകരം സന്തോഷത്തോടെ ദൈവത്തോട് പെരുമാറണം എല്ലാ മേഖലകളിലും. കാര്യം കൃപ എപ്പോഴും വരുന്നത് ആ ഒരു കാലാവസ്ഥയിലായിരിക്കും. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഓരോരുത്തർക്കും ഓരോ കാലാവസ്ഥകൾ നൽകുന്നു. അതല്ലേ ബൈബിൾ പറയണത്? കാലാവസ്ഥ ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയും ചെയ്ത് എന്തിനാണ്? ഇതൊക്കെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താനാണ്. അല്ലാതെ നിങ്ങൾ സ്വന്തം അനുഭവത്തിലൂടെ പരീക്ഷ പാസ്സാക്കാൻ വേണ്ടിയല്ല, സ്വന്തം അനുഭവത്തിലൂടെ വസ്തു വിറ്റ് മാറ്റാൻ വേണ്ടിയല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 17:27 നടപടി പുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26-27. അപ്പോസ്തല പുസ്തകം 17:26-27 വായിച്ചോളൂ. അവർക്ക് വിഭിന്ന കാലങ്ങളും പറഞ്ഞേ, അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല. അപ്പൊ ദൈവം അകലെയാണെന്ന് പറഞ്ഞേക്കരുത്. മനസ്സിലായില്ലേ? എല്ലാവരുടെയും ഒരു പ്രശ്നം അതാണല്ല, കർത്താവിൻ്റെ പ്രാർത്ഥന പോലും കേൾക്കണില്ലെന്നല്ലേ? ഒരിക്കലും പറയരുത്. കാര്യം ദൈവം ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളത് ശരിക്കും, ഞാൻ ഇപ്പം 63-ാം സങ്കീർത്തനം പറയത്തില്ലേ, 12-ാം വാക്യം, അവിടുന്ന് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം കേട്ടെന്ന്. അങ്ങനെയാണ് വചനം കേൾക്കേണ്ടത്.
ദൈവം ഒരു പ്രാവശ്യം അരുൾ ചെയ്തു. പറഞ്ഞേ, ദൈവം ഒരു പ്രാവശ്യം അരുൾ ചെയ്തു. രണ്ട് പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. അതാണ് ശക്തി ദൈവത്തിൻ്റെതാണ്. അതായത് ഒരു പ്രാവശ്യം ദൈവവചനം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവം ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ രണ്ട് പ്രാവശ്യം കേട്ടതുപോലെ അതിനോട് നമ്മൾ വിശ്വാസവും അതുപോലെ തന്നെ പ്രത്യാശയും സ്നേഹവും നിറച്ചിട്ട് ആ വചനം അനുവർത്തിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ നമ്മൾ വസിക്കുകയാണ് ചെയ്യണത്. ഒരു ഇപ്പം അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞില്ലേ, ഇല്ലേ? അവൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് ചെയ്ത്. ഇപ്പോൾ 15:7 പോലെ പ്രധാനപ്പെട്ടതാണ് 14:23. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹിക്കുന്നവൻ പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. 14:23 യോഹന്നാന്റെ സുവിശേഷം. ഉടമ്പടി സംഭവിക്കുന്നത് എന്താണ്? അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുകയല്ലേ. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയുന്നത്? 2 തിമോത്തി 1:14 ചെയ്യുന്നവരെ അവിടുത്തെ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ ചെയ്യണം? നമ്മൾ ചെയ്യുന്നത് അവിടുത്തോടെ സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പമാണ്. അപ്പോൾ സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം നമ്മൾ കർത്താവിൻ്റെ നാമം ചെയ്യണതിന് എന്ത് ചെയ്യണം? അത് യേശുവിനെ രോഗികളായാലും ശരി അത് യേശുവായിട്ട് കണ്ടിട്ട് വേണം നമ്മൾ സ്നേഹത്തോടെ കാണുന്നതിനുള്ള അടിസ്ഥാനം അതാണ്. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണത്? 14:21 വർക്കൗട്ട് ചെയ്യും. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിവർത്തിക്കുകയും ചെയ്താൽ എന്ത് ഞങ്ങൾ വന്ന് നിങ്ങൾ വസിക്കും. കവനൻ്റെ അതാണ്. അവൻ പറയണ പോലെ ചെയ്യണം. പക്ഷേ എങ്ങനെ ചെയ്യണം? സ്നേഹത്തോടെ ചെയ്യണം. ചെയ്യുമ്പോഴും സംഭവിക്കും കർത്താവിൻ്റെ വസിപ്പുണ്ടാകും. എൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കൂടെ വസിക്കുന്ന ദൈവം. കവനൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്, ഉടമ്പടി കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റക്കല്ല. ചില ആൾക്കാർ എന്നോട് ചോദിക്കും, ഇനി പുതുക്കണം അച്ഛാ. ഞാൻ പറഞ്ഞ പുതുക്കാതിരിക്കണമെന്നല്ല പ്രശ്നം. കർത്താവിൻ്റെ സാന്നിധ്യം കളയരുതെന്ന് പറയും. കർത്താവിൻ്റെ സാന്നിധ്യം കളയരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാന്നിധ്യത്തിലേക്ക് വരാൻ നല്ല പാടാണ്. കാര്യം നമ്മളതിൻ്റെ പ്രീറിക്വസിസ്റ്റുകളെല്ലാം അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം ചെയ്തത് കൊണ്ട് മാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് നിയമപരമായ കാര്യങ്ങൾ, വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം ഒരാൾക്ക് ദൈവത്തിൻ്റെ കൃപയിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കണില്ലേ? 10:26 ലൂക്കാൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷം 10:26 നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് ചോദിക്കുന്നത് എന്താണ്? വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു. പക്ഷെ വേറൊരു പ്രശ്നം, നീ അതെങ്ങനെ വായിക്കുന്നു, അതാണ് പ്രശ്നം. വചനത്തിൽ എന്ത് എഴുതണമല്ല പ്രശ്നം, നീ അതെങ്ങനെ വായിക്കുന്നു. അപ്പോൾ പറയും എൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, നിന്നെപ്പതിന് അയൽക്കാരനെ സ്നേഹിക്കുക. ഓക്കെ, നീ അത് പോയി ചെയ്തോ. അപ്പോഴവനൊരു സംശയം, എന്താ കാര്യം? ആരാണ് എൻ്റെ അയൽക്കാരൻ? കാര്യം വചനത്തിൽ എന്ത് എഴുതിയാലും പുള്ളിക്കാരൻ്റെ രീതിയിൽ അത് വായിച്ചിരിക്കണത്, ദൈവത്തിൻ്റെ രീതിയിൽ അത് വായിക്കണം. അപ്പോഴത് ചോദിക്കും, ആരാണ് എൻ്റെ അയൽക്കാരൻ? അയൽക്കാരൻ ചോദിക്കുമ്പോഴാണ്. അപ്പോൾ ഈ നിയമത്തിൽ എന്ത് എഴുതിയാലും 10:26 വായിച്ചോളൂ. ലൂക്കാന്റെ സുവിശേഷം. ശ്രുതികടെ 10:26 നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? അത് രണ്ട് വിഷയമാണ്. നിയമത്തിൽ എന്തെഴുതിയാലും ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മളത് വായിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേക അഭിഷേകം വേണം. എന്താ ഞാൻ പറയണതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ 14:23 ലിങ്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ലിങ്ക് ചെയ്യണത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന നിങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ
എന്ത് പറ്റും? ഞാൻ വന്ന് നിങ്ങൾ വസിക്കും. അതാണ് വിഷയം. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുന്ന ചെയ്ത്താണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവൻ പറയണ പോലെ സാങ്കേതികമായി ചെയ്തതല്ല. ദാറ്റ് ഈസ് ഫങ്ഷൻ. വി നീഡ് മിഷൻ. വ്യത്യാസമുണ്ട്. ഉടമ്പടി എപ്പോഴും ഇപ്പം നമ്മൾ ഫങ്ഷനായിട്ട് നമുക്കിതൊക്കെ ചെയ്യാം. 10 രോഗികളെ കാണാം, അല്ലേ? 20 പത്രം കൊണ്ടേ കൊടുക്കാം, 20 വീട്ടിൽ കൊടുക്കാം. അതൊക്കെ ഫങ്ഷനായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഫങ്ഷനാണ്. ഗോഡ് നീഡ്സ് യുവർ മിഷൻ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹത്തോടെ ചെയ്യണം. അത് കർത്താവിന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യണം. ദ വെരി പേഴ്സൺ ജീസസ് ഈസ് ഫോക്കസിങ്. കർത്താവിൻ്റെ നാമവും കർത്താവിൻ്റെ പേരുമാണ് ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം. കാര്യം പിതാവ് നിങ്ങൾക്ക് ക്രിസ്തുവിനെ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതായിട്ട് പിതാവിന് തോന്നണം. പറഞ്ഞ മനസ്സിലായില്ലേ? പിതാവായ ദൈവം ആണല്ലോ ക്രിസ്തുവിന് നമുക്ക് തരണത്. പക്ഷെ അങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തോന്നണം നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുമെന്നാണ്, നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവെന്ന്. അത് ദൈവത്തിന് തോന്നിയാൽ പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ ശരിയാകുമായിരിക്കും, അങ്ങനെ ചെയ്താൽ ശരിയാകുമായിരിക്കും, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തേ നോക്കിയേക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാങ്കേതികമായിട്ടുള്ള തിരിമറിച്ച് നടത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഉടമ്പടിയിൽ ഒരു ബ്രേക്ക് വരണത്. അതേസമയം തന്നെ ഇതെല്ലാം വളരെ എല്ലാം അതീവ സ്നേഹത്തോടുകൂടിയും, ഞാൻ 2 തിമോത്തി 1:14 പറഞ്ഞ പോലെ അതീവ സ്നേഹത്തോടെ. എബ്രാഹാം നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുമെന്ന് ചോദിച്ചപ്പോൾ എബ്രാഹാം വേറെ രീതിയിലല്ലേ വായിച്ചത്. എബ്രാഹത്തിനോട് മര്യാദക്ക് പറഞ്ഞതല്ലേ. എന്താ പറഞ്ഞത്? വസന്തത്തിൽ 18:10 ഉൽപ്പത്തി പുസ്തകം, വസന്തത്തിൽ ഞങ്ങൾ വീണ്ടും കടന്നു പോകും. അപ്പോഴെന്താണ്? നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറയും. പക്ഷേ വസന്തം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ദൈവം വാക്ക് പാലിക്കുമെന്ന് ഈ മനുഷ്യൻ വിശ്വസിക്കണ്ടേ? 10 കൊല്ലം കഴിഞ്ഞപ്പോൾ സാറാ പറഞ്ഞ് എന്നാ കാത്തോണ്ടിരിക്കുകയാണ്, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ലോകത്തിൻ്റെ ആൾക്കാർ പോയി വന്ന് അവനൊക്കെ പെരുകയാണ്. അവിടെ വന്ന് നമ്മുടെ സ്ഥലം അടിച്ചുകൊണ്ട് പോകും. നിങ്ങൾ ചത്താൽ പിന്നെ എന്നെയും തട്ടിക്കളയും, ചിലപ്പോൾ എല്ലാം മൊത്തം അവനെടുക്കും എന്ന് പറഞ്ഞോടുകൂടി ദൈവം പറഞ്ഞ കാര്യമൊക്കെ എബ്രാഹാം അങ്ങോട്ട് മറന്ന്. അതിനിപ്പോൾ എന്നാ ചെയ്യണമെന്ന് അടി പറയണത്? ഹാഗർ നിൽക്കുന്നുണ്ട്, പ്രാപിക്കുക, പിള്ളേരുണ്ടാകണമെന്ന് പറയും. അതോടുകൂടി എബ്രാഹാം ഈ വിശ്വാസികളുടെ പിതാവാന്നുള്ള സംഭവം മാറി, തീർന്ന്. കാര്യം എന്താണ്? കർത്താവിൻ്റെ വചനം കാത്തിരുന്നില്ല. കർത്താവിൻ്റെ സമയം വരെ ഒന്ന് കാത്തിരിക്കണ്ടേ? നിങ്ങൾ സമയം കർത്താവിനെ കുറിച്ച് കൊടുക്കണേ എന്തിനാണ്? നിങ്ങളുടെ കൂട്ടുകാരാ നാട്ടുകാരാ ഒക്കെ നിങ്ങളൊക്കെ അത് മുമ്പേ കയറിപ്പോവുകയോ ഇറങ്ങി വരികയൊക്കെ ചെയ്യട്ടെ. നിങ്ങളെ കണ്ടുകൊണ്ടാണ് അവരെ സൃഷ്ടിച്ചിരിക്കണത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, സ്വന്തം അപ്പനെപ്പോലും കണ്ടുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കുമെന്ന് പറയുമ്പോൾ കാര്യം മനസ്സിലായില്ലേ? 10:23 മത്തായിയുടെ സുവിശേഷം. സ്വന്തം അപ്പനെപ്പോലും കണ്ടുകൊണ്ട് അമ്മയെപ്പോലും കണ്ടുകൊണ്ട് നമ്മളെ ദൈവം സൃഷ്ടിച്ചില്ല. ഈ ഒരൊറ്റാളെ കണ്ടുകൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ. അവൻ്റെ പുനരുത്ഥാനം കണ്ടുകൊണ്ട് സൃഷ്ടിച്ചിരിക്കണം. എബ്രാഹാം തോറ്റ സ്ഥലത്ത് മദർ ജയിക്കുന്നുണ്ട്. വൈ വി ആർ ഹോൾഡിങ് മദർ ആസ് എ യുണീക്ക് ആയിട്ടുള്ള ഒരു മീഡിയേഷൻ. എന്തുകൊണ്ടാണ് മദറിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? എബ്രാഹാം തോറ്റ സ്ഥലത്ത് ജയിച്ച ആളാണ്. ഞാൻ ഇടയ്ക്കൊന്ന് ചിന്തിക്കാറുണ്ട്. എബ്രാഹത്തിൻ്റെ ഇസഹാക്കിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ഈ മനുഷ്യൻ കത്തിയെടുക്കുമ്പോഴേ കത്തിയെ തട്ടിത്തെറിപ്പിച്ച് മാലാഖ അയാളെ അങ്ങനെ രക്ഷപ്പെടുത്തും, മകനെ രക്ഷപ്പെടുത്തും. അവൻ്റെ വിശ്വാസം അംഗീകരിക്കും. എന്നൊരു മറുപടി ചിന്തിച്ച് നോക്കിയേ. എബ്രാഹാം ആ ഒറ്റ വെട്ടിൽ മാലാഖ പിടിക്കണില്ല, ഇസഹാക്കിൻ്റെ കഴുത്ത് 2 കഷ്ണമായി. ഇസഹാക്കിനെ അവിടെ തന്നെ ദഹിപ്പിച്ചിട്ട് യാഗം കൊടുത്തിട്ട് ഈ മനുഷ്യന് ഇറങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കി. സാറാടെ മോഹത്ത് എന്നാ മോദയായിട്ട് ഇയാളെ മനുഷ്യൻ നോക്കും. സ്വന്തം മകനെ വെട്ടിക്കൊന്ന് വെച്ചും മലമുകളിൽ വെട്ടിക്കൊന്ന് വെച്ചും ഇറങ്ങി വരുന്ന എബ്രാഹത്തിൻ്റെ ശിഷ്ടകാലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഹൗ ക്യാൻ എബ്രാഹിം സർവൈവ്? ഹി കാൻ സർവൈവ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ സർവ് ചെയ്തൊരാളുണ്ട്. സ്വന്തം മകന് ബലി കൊടുത്തിട്ട്, അപ്പാ ഇതാ കർത്താവിന് ദാസ്യത ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞതാണ്, ഞാൻ എൻ്റെ പ്രവർത്തനം കൊണ്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കണപ്പാ. ഇപ്പോഴും ആ വാക്ക് തന്നെ, ബിഹോൾഡ് യുവർ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. ഇപ്പോഴും ഞാൻ നിൻ്റെ ദാസി തന്നെയാണ്, നീ പറഞ്ഞ ഞാൻ നിറവേറ്റിയിരിക്കണം.
അതുകൊണ്ടാണ് ഇവരെ ഭൂസ്വലോകൻ രാജ്ഞിയായി അപ്പൻ മുടിതിരിപ്പിക്കപ്പെട്ടത്. ആ രാജ്ഞി പദത്തിൽ നിന്നാണ് ഉടമ്പടിക്ക് അനുഗ്രഹം വരുന്നത്. കൈയിടിച്ച് കർത്താൻ ശാന്തമായി ഈശോയെ നോക്കുക. വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം നോക്കുക. പരിശുദ്ധാത്മാവ് അമ്മയെക്കുറിച്ച് പറഞ്ഞു, എല്ലാം ഞാൻ ഈ നിങ്ങളോട് വെളിപ്പെടുത്തിയ എല്ലാ രഹസ്യങ്ങളും പരിശുദ്ധാത്മാവ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എലിസബത്തിലൂടെ അമ്മയെക്കുറിച്ചൊരു വാക്യം പറഞ്ഞുള്ളൂ. മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നുവോ അത് അപ്പൻ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അപ്പൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മനസ്സിലാക്കിയ ആളാണ് നീ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ബ്ലാസ്റ്റഡ്. വീണ്ടും പരിശുദ്ധാത്മ നിറഞ്ഞുകൊണ്ട് അതിന് പ്രത്യുത്തരമായി അമ്മ പറഞ്ഞു, തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്ക് കൈയിടിച്ച് കർത്താൻ കൈ രോഗമുള്ള ഇടത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറയണത് കർത്താവ് നമുക്ക് തന്ന ഒരു നോട്ടാണ്. പക്ഷേ ഒത്തിരി പേര് ഇപ്പോൾ സാക്ഷ്യം പറയുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും അച്ഛൻ പറയുന്നു, കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന ഈ ഉജ്ജ്വലിക്കുന്ന നിമിഷങ്ങളിലെ അമ്മ ഉണർവോടുകൂടി നമുക്ക് സാക്ഷ്യം നൽകുന്ന മധ്യസ്ഥം വഹിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ രോഗമുള്ളിടത്ത് യേശുനാമത്തിൽ നിങ്ങൾ കൈവെക്കുക. എവിടെയാണ് രോഗമുള്ളത്? തൈറോയിഡുകാരാണെങ്കിൽ തൊണ്ടയിൽ കൈവെക്കുക. ഓൺലൈനായിട്ട് ഇപ്പോഴേ എല്ലാ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ ധ്യാനം കേൾക്കുന്നവരെ, ആശുപത്രിയിൽ ഇരുന്നു കൊണ്ട് ഇത് ധ്യാനം കേൾക്കുന്നവരെ, നിങ്ങളുടെ രോഗികൾ അടുത്തുണ്ടെങ്കിൽ അവിടെ രോഗമുള്ള ഇടത്ത് നിങ്ങൾ യേശുനാമത്തിൽ ഇപ്പോൾ കൈവെക്കേണ്ടതാണ്. കുറേയധികം മക്കളെ ഈശോ ഈ ആരാധന സമയത്ത് സുഖപ്പെടുത്തിയ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളെല്ലാം ആൾക്കാർ ഇവിടെ വന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥമെന്ന് പറയണത് കർത്താവ് ഈ അടയാളത്തിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ആശുപത്രിയിൽ ഒരു മോള്, കുഞ്ഞിന് തൈറോയ്ഡ് 500 കുഞ്ഞ് വളരെ ഒരു ഡെലീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോഴാണ് ആശുപത്രിയിൽ നിന്നുകൊണ്ട് ധ്യാനം കൂടുന്നത്. അപ്പോൾ അമ്മ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞ് തൊട്ടിലേക്ക് കിടക്കുകയാണ്. തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കുഞ്ഞിക്കൈ എടുത്തിട്ട് അമ്മ കുഞ്ഞിൻ്റെ തന്നെ കഴുത്തിൽ വെച്ചുകൊണ്ട് അവൻ്റെ തൈറോയ്ഡ് മാറാൻ വേണ്ടി സ്തുതിച്ചുകൊണ്ടിരുന്ന. എന്നിട്ട് ആ സ്തുതിപ്പ് കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നോർമലായെന്ന് പറഞ്ഞൊരു സാക്ഷ്യം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം ദൈവം അംഗീകരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള ശുശ്രൂഷകളിലൂടെ ദൈവത്തെ ആരാണ് ദൈവമായിട്ട് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്നേഹത്തോടെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്, അവിടെ എല്ലാം ദൈവം അടയാളം കാണിച്ചിരിക്കും. ദൈവപൈതലെ, നീ നിൽക്കുന്ന ഇടം കർത്താവിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണ്. അത് ലോകത്തെവിടെയായാലും ഇപ്പം കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഈ സമയത്ത് നീ രോഗമുള്ള നടുവേദനയുള്ളവരെ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കിഡ്നി രോഗമുള്ളവരും അവിടെ തന്നെ കൈവെക്കുക. ക്യാൻസർ 4th സ്റ്റേജാണ് 5th സ്റ്റേജാണെന്നും പറയണ്ട. അതൊക്കെ മനുഷ്യനുണ്ടാക്കിയ സ്റ്റേജുകളാണ്. പക്ഷെ നിനക്ക് ദൈവത്തെ വിശ്വസിക്കാം. എല്ലാ സ്റ്റേജിനും അതീതനാണ് ദൈവം. 1 Corinthians 15:26 പറയുന്നുണ്ട്, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നതാണ്. ആ പാദത്തിൻ്റെ കീഴിലാക്കാൻ വേണ്ടി ഒക്കെ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിനക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുന്നത്. നടുവേദനയുള്ളവരും സ്പൈനിൻ്റെ അസുഖമുള്ളവരും കശേരികൾ ഡിസ്ലൊക്കേറ്റ് ആയവരും കിഡ്നി രോഗികളും പ്ലീക്കായുടെ അസുഖമുള്ളവരും സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളവരും ഒക്കെ യഥാസ്ഥാനങ്ങളിൽ കൈവെക്കട്ടെ. കരരോഗികൾ നെഞ്ചിൻ്റെ താഴെ കൈവെക്കട്ടെ. ഹൃദയരോഗികൾ ഇടതുവശത്ത് കൈവെക്കട്ടെ. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലുള്ളവരെല്ലാം സർവാംഗം രോഗികളെ, കൂടുതൽ രോഗമുള്ളവരെ കൈ രണ്ടും പിണച്ചുകൊണ്ട് കൈ നെഞ്ചത്ത് വെക്കട്ടെ. സർവ്വരോഗങ്ങളെയും കർത്താവിന് തിരിച്ച് ഏൽപ്പിക്കുക. ഈശോ അടയാളപ്പെടുത്തി പറഞ്ഞു, നിങ്ങൾ വീടുകളിൽ പോകുമ്പോൾ
അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്താൻ പറഞ്ഞു. അതുപോലെ ആദിമസഭയുടെ പാരമ്പര്യമാണ്. നിങ്ങൾക്ക് രോഗമുണ്ടാകുമ്പോൾ സഭാപുരോഹിതനെ വിളിച്ചുകൊണ്ട് വരിക, തൈലം പൂശി അവനവനെ സുഖപ്പെടുത്തട്ടെ എന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. രോഗത്തിൻ്റെ സൗഖ്യം വൈദ്യനെ തന്നതും ഡോക്ടറിൻ്റെ സംവിധാനം ഉണ്ടാക്കിയതും മനുഷ്യന് ശാസ്ത്രം പറഞ്ഞു കൊടുത്തതുമെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സത്യത്തിൻ്റെ വെളിപാടുകളാണ്. അതെല്ലാം ദൈവികമായതുകൊണ്ടാണ് നമ്മളതെല്ലാം സ്വീകരിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ വൈദ്യൻ വഴിയായാലും വിശ്വാസം വഴിയായാലും സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈശോയെ, ഹൃദയ രോഗികൾ, ശിരസിൻ്റെ രോഗികൾ, ന്യൂറോ അസുഖമുള്ളവരെ, ഡിപ്രഷൻ ആയിട്ടുള്ള മക്കള്, കർത്താവേ, പഠനത്തിന് ജീവിതത്തിന് കർത്താവേ മുടങ്ങിപ്പോയവര്, കർത്താവേ ആകപ്പാടെ എല്ലാം മനസ്സ് ഇടിഞ്ഞുപോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശപ്പ് രോഗികൾ, സോറിയാസിസ് രോഗികൾ, ത്വക്ക് രോഗികൾ, ക്യാൻസർ രോഗികൾ, കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. PCOD രോഗികൾ, പിസ്റ്റുല രോഗികൾ, RSS രോഗികൾ, രക്തംപോക്കിൻ്റെ അസുഖമുള്ളവർ, മൂത്രത്തിൽ രക്തം പോക്കുന്ന അസുഖമുള്ളവർ, മൂത്രത്തിൽ കല്ലുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശ്വാസകോശ രോഗികൾ, TB രോഗികൾ, യേശുവേ, ഈ നിമിഷം ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ശിരസ് രോഗികൾ, കണ്ണിന് കാഴ്ച മങ്ങിപ്പോകുന്നവര്, അവർ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, സ്പർശിക്കട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തില് കർത്താവേ, അങ്ങയുടെ ഉന്നതമായ നാമത്തില് ഞങ്ങൾ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. അപ്പാ, ദൈവമേ, നിന്റെ പുത്രനായ യേശുക്രിസ്തു നാമത്തിലെ കൈകൾ നീട്ടണമേ. നടുവിലെ അസ്ഥിരോഗങ്ങള്, പേശിരോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ശരീരകോശങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഞരമ്പ് രോഗങ്ങളിൽ ബ്ലോക്കുള്ളവര്, തടസ്സമുള്ളവര്, ഉള്ളംകാലം ഒതിച്ചുവരെ മാരക രോഗങ്ങള്, തിരവ്യാധികള്, സ്രാവരോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, ഓട്ടിസം രോഗങ്ങള്, അപസ്മാര രോഗങ്ങള്, യേശുവിന്റെ ഉന്നതമായ നാമത്തില്, യേശുവിന്റെ ഉന്നതമായ നാമത്തില്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തില് മാരക രോഗങ്ങള്, തീരവേദികള്, മരുന്ന് കഴിച്ചിട്ടും എത്ര ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും മാറാത്ത രോഗങ്ങള്, തീരാത്ത വേദികള്, യേശുവിന്റെ നാമത്തില്, മനോരോഗങ്ങള്, യേശുവിന്റെ നാമത്തില്, ത്വക്ക് രോഗങ്ങള്, യേശുവിന്റെ നാമത്തില്, വിസർപ്പ രോഗങ്ങള്, യേശുവിന്റെ നാമത്തില്, അസ്ഥി ഉരുക്കങ്ങള്, അസ്ഥി രോഗങ്ങള്, അസ്ഥി ശോഷണങ്ങള്, ശരീര ശോഷണങ്ങള്, യേശുവിന്റെ നാമത്തില്, കർണപുടങ്ങള്, കഴിവില്ലാത്തവര്, സംസാരിക്കാൻ നിവൃത്തിയില്ലാത്തവര്, പല്ല് മാറാത്തവര്, യേശുവിന്റെ നാമത്തില്, ഉള്ളംകാലം മുതൽ ഉച്ചവര്, മക്കളില്ലാത്തവര്, കൗണ്ടില്ലാത്തവര്, മൊബിലിറ്റി ഇല്ലാത്തവര്, യേശുവിന്റെ നാമത്തില്, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ മക്കളും കല്ലിൽ നിന്ന് എബ്രാഹത്തിന്റെ സന്തതികളെ ജനിപ്പിക്കാൻ കഴിയുന്ന ദൈവമേ, ആകാശം ഭൂമി കടന്നുപോയാലും മാറ്റമില്ലാത്തതിന്റെ വാക്കിന്റെ ശക്തിയാൽ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. പേര് വിദേശത്തേക്ക് പൈസ അടച്ചിട്ട് പോലും അവർക്ക് വിസ കിട്ടാത്തവരുണ്ട്. ലക്ഷങ്ങൾ ഇൻടേക്കിന് കൊടുത്തിട്ട് ഈ ഇൻടേക്കിന് പോകാൻ പറ്റാത്തവരുണ്ട്. വ്യത്യസ്തങ്ങളായ നൈപുണ്യ പരീക്ഷകൾ, യോഗ്യത പരീക്ഷകൾ, മത്സര പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട്. റീവാലുവേഷന് കൊടുത്തിട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട്. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. വിവാഹ തടസ്സമുള്ളവരെ, കേസിലും കോടതിയിലുമായിരിക്കുന്നൊരു വിവാഹത്തിൻ്റെ വിഷയങ്ങൾ, സ്ഥാവര ജംഗമ വസ്തുക്കൾ എല്ലാം കേസായിരിക്കുന്നവരെ, വസ്തു ജപ്തിയിലേക്ക് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നവരെ, ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് നിൽക്കുന്നവരെ, വിദേശത്ത് ജയിലിൽ കിടക്കുന്നവരെ, നാട്ടിൽ ജയിലിൽ കിടക്കുന്നവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവിൻ്റെ സത്യാവിലേക്കെല്ലാം ഈ നിമിഷം മുഴുവൻ അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വയ്ക്കുന്ന സ്വർഗീയ നിമിഷമാണെന്ന് ഓർക്കണം.
ഓൺലൈനിലുള്ള ഒരു പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സാധ്യമില്ലാത്തവനെ ഈശോ എല്ലാം സാധ്യമായനെ, ഈശോ എല്ലാം സാധ്യമായനെ. ഈശോയെ കർത്താവെ, ഈശോ ജോലി ഇല്ലാത്തവരെ, വീടില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, ഈശോ അവരെല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്ന സാമ്പത്തിക ബാധ്യതകളുള്ളവരെ, കർത്താവെ സാമ്പത്തികം അത്യാവശ്യമായിട്ടുള്ളവരെ, ജോലിക്ക് പോകേണ്ട കർത്താവ് വേണ്ടി കൊടുക്കേണ്ടി വരുന്നവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവരും സ്പന്ദിച്ച് എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ, കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. അടിമഴ പോലെ, വൈദ്യ അക്കാരം പോലെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിത അവസ്ഥകളുടെ തടസ്സങ്ങൾ, ദോഷങ്ങൾ, പഠന തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, എല്ലാ സർവീസ് പ്രോബ്ലംസ് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ കാരണങ്ങൾ, ഉടമ്പടി പുതുക്കാൻ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവികമായ ആവശ്യപ്പെടാവട്ടെ. യേശുവിൻ്റെ നാമത്തിലെ തടസ്സങ്ങൾ, ദുരിതങ്ങൾ മാറട്ടെ. ശ്രദ്ധിക്കട്ടെ മക്കളെ, മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്, ആശീർവാദത്തിൻ്റെ സമയമാണ്. നിങ്ങൾ വലിയ ഭാഗ്യം പിടിച്ച ആൾക്കാരാണ്. ഉടമ്പടി ആരാധനയ്ക്ക് കർത്താവിൻ്റെ ഭവനത്തിലായിരിക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നേരിട്ട് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈശോയോട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഇപ്പോൾ സമർപ്പിക്കുക. ആശീർവാദത്തിനായി നമുക്ക് കർത്തൃസന്നിധിയിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ശിരസ് നമിക്കാം. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ ആയിരിക്കുന്ന സ്ഥാപനത്തെയും ഇടങ്ങളെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,